ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിനെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശ്വരേറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നമ്മുടെ ധ്യാനത്തിന്റെ 73-ാമത്തെ സെഷൻ, 3-ാം പ്രമാണത്തെക്കുറിച്ചുള്ള 3-ാമത്തെ സെഷനുമാണല്ലോ ഇത്. 10 പ്രമാണങ്ങളിലെ ആദ്യത്തെ 3 കൽപ്പനകൾ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് എന്നും, പിന്നീടുള്ള 7 കൽപ്പനകൾ സഹോദരങ്ങളുടെ ബന്ധം സൂചിപ്പിക്കുകയാണ് എന്നും നമുക്കറിയാം. 10 കൽപ്പനകൾ, 2 കൽപ്പനകളെ സംഗ്രഹിക്കാൻ ഈശോ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, സർവശക്തിയോടെ സ്നേഹിക്കുക. അതാണ് ആദ്യത്തെ 3 പ്രമാണങ്ങൾ വഴിയായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുശാസനം. നിന്റെ സഹോദരൻ അയലക്കാരൻ നിന്നെ പോലെ സ്നേഹിക്കുക. അതാണ് ബാക്കിയുള്ള 7 കൽപ്പനകളും. 2 കൽപ്പലകളിൽ ഇത് ലഭിച്ചിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമാണല്ലോ. അപ്പൊ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, സർവശക്തിയോടെ സ്നേഹിക്കുക എന്നുള്ള ആ ഒരു ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിന്റെ തലം, അതിനെ മുഴുവനും 3 കൽപ്പനകൾ ഉൾച്ചേർത്തിരിക്കുന്നു. നമ്മൾ കാണുമ്പോൾ 1-ാം പ്രമാണവും 2-ാം പ്രമാണവും അനുശാസിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കിയെടുക്കാൻ, അല്ല നമ്മുടെ ജീവിതത്തിലേക്ക് ചാലുകീറി നിറച്ചെടുക്കാൻ, നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമാക്കി മാറ്റാനുള്ള അവസരമാണ് 3-ാമത്തെ കൽപ്പന തരുന്നത്. സാബത്ത് ദിവസം, ഒരു ദിവസം തമ്പുരാന് വേണ്ടി പൂർണ്ണമായിട്ട് മാറ്റിവെക്കുക. തമ്പുരാന്റെ കൂടെ ആയിരിക്കുന്നത് അഭ്യസിക്കുക. ഒരു പണിക്കും പോകരുത്. 24 മണിക്കൂർ സമയം ദൈവത്തിന്റെ കൂടെ, ദൈവത്തോടൊപ്പം അങ്ങനെ ചെലവഴിക്കണം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അനുഭവമാണ് ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുക്കുക. ആരാധന, ഇടവ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് ആരാധനയായിരിക്കുക. അതുകൊണ്ട് മാത്രം ഒതുക്കി നിർത്താവുന്ന ഒന്നല്ല ഞായറാഴ്ച ആചരണം, സാബത്ത് ആചരണം. ഞായറാഴ്ച കുർബാനയിൽ സംബന്ധിച്ച് കടം വീടി, കുർബാന കടം തീർന്നു, ഇനി എതിരെ എന്നാ പോകാം. അങ്ങനത്തെ ഒരു പ്രവണത ചിലപ്പോഴൊക്കെ നമുക്കിടയിൽ കയർന്നു വരുന്നുണ്ട്. ഞായറാഴ്ച ചിലപ്പോഴൊക്കെ അത്യാവശ്യത്തിനുള്ള യാത്രകളോ മറ്റു കാര്യങ്ങളോ ഉത്തരവാദിത്തങ്ങളൊക്കെ ഒരു ജീവിത യാപനത്തിനുള്ള ജോലിയുടെ അല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞായറാഴ്ച അവസരമുണ്ടല്ലോ, അനുവാദമുണ്ട്. അതിൻ്റെ നേരത്തിൽ നിരക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പം എന്തൊക്കെ തിരക്കും ജോലിയൊക്കെ വന്നിട്ട് നമ്മൾ ചിലപ്പോൾ അതിരാവിലെയുള്ള കുർബാനയ്ക്ക് പോയിച്ചിട്ട് ദിവസം മുഴുവൻ മറ്റു കാര്യത്തിന് വേണ്ടി പോകേണ്ടി വരുന്നു. അല്ലെ വൈകുന്നേരമുള്ള 5 മണിക്കോ 5:30-ക്കോ 6 മണിക്കൊക്കെയുള്ള അവസാനത്തെ കുർബാന നഗരങ്ങളിലൊക്കെ വന്നിട്ട് അങ്ങനെ ഉണ്ട്. ആ കുർബാനയ്ക്ക് വന്നു, അതുവരെ സമയം വേറെ കാര്യത്തിൽ വ്യാപരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ക്രമീകരണങ്ങൾ ചിലപ്പോൾ നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ രാവിലത്തെ 5:30 കുർബാനയ്ക്ക് പോയി 5:45 അല്ല 6:30, 6:15, 6:30 ആകുമ്പോഴത്തേക്കും തീർന്നു. അപ്പൊ ഞായറാഴ്ചയുടെ കടം തീർന്നു, ഇനിയിപ്പോൾ എതിരെ എന്നാ പോകാം. അങ്ങനെ ഒരു ചിന്ത ചിലപ്പോഴൊക്കെ നമുക്ക് കയറി വരുന്നത് അത് ആ സാബത്ത് ആചരണത്തെ കുറിച്ചുള്ള ഈ 3-ാം കൽപ്പനയുടെ ചൈതന്യത്തിന് നിരക്കുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു നിവൃത്തിയില്ലാത്തപ്പോൾ കുർബാന മുടങ്ങാതിരിക്കാൻ വേണ്ടി നമുക്ക് അത്യാവശ്യം അങ്ങനെ പോയി കൂടെ സംബന്ധിക്കാം.
അപ്പം അതിനു വേണ്ടിയിട്ടാണ് കുർബാന പല പള്ളികളിലൊക്കെ അങ്ങനെ അത് രാവിലെയും വൈകുന്നേരവും കുർബാന വെച്ചിരിക്കുന്നത്. അതുപോലെ അത്യാവശ്യക്കാർക്ക് വേണ്ടിയിട്ടാണ്. നമുക്കുള്ള ആഘോഷപൂർണമായ ഞായറാഴ്ച ആചരണത്തിന്റെ ചൈതന്യം നിറഞ്ഞ അനുഭവം എന്ന് പറയുന്നത് ഞായറാഴ്ച പകൽ സമയത്തുള്ള ആഘോഷമായൊരു കുർബാന നമ്മുടെ തന്നെ ഇടവക ദേവാലയത്തിൽ വികാരിച്ചതിനോടൊപ്പം ഇടവക സമൂഹത്തോടൊപ്പം പങ്കുചേരുക. അത് അതിൻ്റെ ഒരു കരുത്തുള്ള അനുഭവമാണ്. ബാക്കിയുള്ള സമയവും നമ്മൾ ആത്മീയമായ അഭിഷേകത്തിലും നിറവിലും ചെലവഴിക്കേണ്ടതാണ്. വെളിപാട് പുസ്തകത്തിന്റെ കർത്താവ് യോഹന്നാൻ സുവിശേഷ സ്ഥാപകൻ യോഹന്നാൻ അപ്പസ്തോലനാണല്ലോ. അദ്ദേഹം പാത്മോസ് എന്ന ദ്വീപില് ജീവിതത്തിന്റെ അവസാന നാളുകളില് തടവുകാരനായി കഴിയുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന ദർശനങ്ങളാണല്ലോ വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ആ വെളിപാട് കിട്ടുന്ന പശ്ചാത്തലം അദ്ദേഹം അവസരം അദ്ദേഹം വിവരിക്കുന്നുണ്ട് വെളിപാട് പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായത്തില് 9 മുതലുള്ള തിരുവചനങ്ങളില്. അത് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ: നിങ്ങളുടെ സഹോദരനും പീഡകളിലും രാജ്യത്തിലും ക്ഷമാപൂർവമായ സഹനത്തിലും ഈശോയിൽ നിങ്ങളൊപ്പം പങ്കുചേർന്നവനുമായ യോഹന്നാനായ ഞാൻ ദൈവവചനത്തെയും ഈശോയെക്കുറിച്ച് നൽകിയ സാക്ഷ്യത്തെയും പ്രതി പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. അങ്ങനെ നാട് കടത്തപ്പെട്ട് അവിടെ തടങ്കലില് ആ ദ്വീപിൽ ഇങ്ങനെ കഴിയുമ്പോൾ അദ്ദേഹത്തിനോട് അതൊരു അനുഭവം അദ്ദേഹം വിവരിക്കുകയാണ്. കർത്താവിന്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ കാഹളത്തിൻ്റെതുപോലെയുള്ള ഒരു വലിയ സ്വരം എൻ്റെ പിറകിൽ നിന്ന് കേട്ടു. നീ കാണുന്നത് ഒരു ഗ്രന്ഥത്തിൽ എഴുതി എഫേസൂസ്, സ്മിർണ, പെർഗാമോസ്, തിയത്തീറ, സാർദീസ്, ഫിലദൽഫിയ, ലബദോക്കിയ എന്നീ 7 സ്ഥലങ്ങളിലെ സഭകൾക്കും അയച്ചു കൊടുക്കുക. അങ്ങനെ ഒരു ദർശനം കിട്ടുന്നതിന്റെ പശ്ചാത്തലം അദ്ദേഹം വിവരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ അത് പറയുന്നത് അത് കർത്താവിന്റെ ദിനത്തിലാണ്. കർത്താവിന്റെ ദിവസം അത് ഞായറാഴ്ചയാണ്. ലോർഡ്സ് ഡേ, ഡേ ഓഫ് ദി ലോർഡ്, കർത്താവിന്റെ ദിവസം. കർത്താവിന്റെ ദിവസത്തില് യോഹന്നാൻ എന്താ ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കുന്നു. അതൊരു മനോഹരമായ പങ്കുവെക്കലാണ്, വചന സൂചനയാണ്. കർത്താവിന്റെ ദിനം നമ്മൾ എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ആത്മാവിൽ ലയിച്ച് അല്ല ദൈവത്തിൽ ലയിച്ച് ഒന്ന് ചേർന്ന് അങ്ങനെയുള്ള ഒരു അനുഭവത്തെക്കുറിച്ച് വചനത്തിൽ നമുക്ക് പല തലങ്ങളിൽ പല വ്യക്തിയുടെ ജീവിതവും ബന്ധപ്പെട്ട് പരാമർശം കാണാനായിട്ട് സാധിക്കും എന്ന് നമുക്കറിയാം. വെളിപാട് പുസ്തകം തന്നെ 4-ാമത്തെ അധ്യായത്തില് ഈ അനുഭവത്തിന്റെ ആഴങ്ങളിലേക്ക് അപ്പസ്തോലൻ വിവരിച്ച് കടന്നു പോകുമ്പോൾ 4-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, 1-2 വാക്യങ്ങള്. ഇതിനുശേഷം സ്വർഗത്തിൽ ഒരു തുറന്ന വാതിൽ ഞാൻ കണ്ടു. കാഹള ധ്വനി പോലെ ഞാൻ ആദ്യം കേട്ട സ്വരം എന്നോട് പറഞ്ഞു, ഇങ്ങോട്ട് കയറി വരൂ, ഇനിയും സംഭവിക്കേണ്ടത് നിനക്ക് ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് ഞാൻ ഒരു ആത്മീയ അനുഭൂതിയിൽ ലയിച്ചു. ആ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ കാണുന്നത്. ഇനിയും സംഭവിക്കേണ്ടത് നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഭാവി സംഭവിക്കേണ്ട കാര്യങ്ങളുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ ആത്മീയമായ ആഴങ്ങളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട് മിസ്റ്റിക്കൽ എക്സ്പീരിയൻസസ് ആൻഡ് അസറ്റിക്കൽ എക്സ്പീരിയൻസസ്. അല്ലെ, പ്രാർത്ഥനാ ജീവിതത്തില് 2 തലമുണ്ട്. അത് 2 ഘട്ടങ്ങളുണ്ട്. ആദ്യത്തേത് അസറ്റിക്കൽ ഫേസാണ്, അസറ്റിക്കൽ ഘട്ടമാണ്. രണ്ടാമത്തേത് മിസ്റ്റിക്കൽ അനുഭവം. അസറ്റിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ തന്നെ പരിശ്രമങ്ങൾ വഴിയായിട്ട് നമ്മൾ ആത്മീയത്തെ വളരാൻ, ദൈവത്തെ അറിയാൻ, ദൈവത്തെ അടുക്കാനും വേണ്ടി ശ്രമിച്ച് ആത്മീയമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ വചനം കേട്ടും ധ്യാനം കൂടിയും പ്രാർത്ഥനകളോ ചൊല്ലിയും കുമ്പസാരിക്കാൻ അണഞ്ഞും പള്ളിയിൽ വന്നും തനിച്ചിരുന്ന് പ്രാർത്ഥിച്ചും വചനം മനനം ചെയ്തും ഉപവാസം എടുത്തും നോയമ്പെടുത്തും കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചും മുട്ടുകുത്തി പ്രാർത്ഥിച്ചും അങ്ങനെ നമ്മുടെ തന്നെ ഒരു പോരാട്ടം നടത്തിക്കൊണ്ട് നമ്മൾ തമ്പുരാന്റെ പക്കലേക്ക് വരാനായിട്ട് നമ്മൾ തന്നെ ബലം പ്രയോഗിച്ച് പരിശ്രമിക്കുന്നതായ ഒരു ഘട്ടം നമുക്ക് എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. അതാണ് അസറ്റിക്കൽ പീരീഡ്, അസറ്റിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ജീവിതത്തിൽ ആവശ്യമാണ്. അങ്ങനെ കയറി വരുന്ന ഒരു വ്യക്തിയെ തമ്പുരാൻ തൻ്റെ ചൈതന്യങ്ങളിലേക്ക് കൃപാവരം തന്ന് തൻ്റെ നിയന്ത്രണത്തിലേക്ക് എടുത്തുകൊണ്ട് താൻ ഉദ്ദേശിക്കുന്ന പോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഘട്ടമുണ്ട്. അത് നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല. അതാണ് മിസ്റ്റിക്കൽ സ്റ്റേജ് ഫേസ് എന്ന് പറയുന്നത്. ഒരു ഭൗതിക അതീന്ദ്രിയ അനുഭവം എന്നൊക്കെ വേണേൽ പറയാം.
നമ്മുടെ ഇന്ദ്രിയങ്ങൾ ബുദ്ധിബോധത്തിന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ വരും. നമ്മളിതേപ്പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ. നമ്മൾ കാറിലും മറ്റും വാഹനങ്ങളിൽ നമ്മൾ പാട്ട് കേൾക്കാനായിട്ട് അടുത്ത കാലം വരെയും ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പോഴത്തെ പുതിയ വാഹനങ്ങളിൽ പെൻ ഡ്രൈവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതിനു മുമ്പ് നമുക്ക് ഈ CD ഇട്ട് പ്ലേ ചെയ്യാവുന്ന CD പ്ലെയർ ഉള്ള കാറുകൾ നമ്മളിപ്പോൾ ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട്. അത് നമുക്ക് പാട്ട് കേൾക്കണമെങ്കിൽ നമ്മൾ കാറിൽ കയറുമ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മൾ അതിൻ്റെ ഡാഷ് തുറന്നിട്ട് ഒരു CD എടുത്ത് അതിൻ്റെ കവർ തുറന്ന് അതിനകത്ത് നിന്ന് CD പുറത്തേക്ക് എടുത്തിട്ട് അത് നമ്മൾ കറക്റ്റായിട്ട് തിരിച്ചു പിടിച്ച് കൈകൊണ്ട് അതിൻ്റെ പിടിക്കേണ്ട പോലെ പിടിച്ചിട്ട് അത് നമ്മൾ ഈ CD പ്ലെയറിൻ്റെ അടപ്പ് തുറന്ന് അതിനകത്തുള്ള വിടവിലേക്ക് ഇതിങ്ങനെ കയറ്റിയിട്ട് സാവധാനം തള്ളി കൊടുക്കുന്നു. അത്ര നമ്മൾ ചെയ്യുക എന്നുള്ളത് ഒരു ഘട്ടമാണ്, ഒരു സ്റ്റേജാണ്. രണ്ടാമത്തെ ഘട്ടമുണ്ട്. ഇത്രയും തള്ളി കൊടുത്തു കഴിയുമ്പം ഈ CD പ്ലെയർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, തുറക്കുന്നുണ്ടല്ലോ, CD പ്ലെയർ ഇത് അകത്തേക്ക് വലിച്ചെടുക്കുന്നു. അപ്പം നമ്മളത് വിട്ടേക്കുന്നു. നമുക്കൊന്നും ചെയ്യാൻ വാതിലും അടച്ചേക്കും, ഇത്രയേ ഉള്ളൂ, വേറെ ചെയ്യാനൊന്നുമില്ല. അത് പിന്നെ അകത്ത് ചെന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് ശരി നമുക്ക് കേൾക്കാൻ പറ്റും. ഇത് അങ്ങ് അകത്ത് ചെന്ന് പ്രത്യേക അതിൻ്റെ സ്ലോട്ടിൽ പോയി അതിൻ്റെ പൊഴിയിൽ പോയി നമുക്ക് വീണു ഇരുന്ന് കൃത്യം ഒരു സ്വരം കേൾക്കാം. അത് കഴിയുമ്പോൾ ഇത് കറങ്ങുന്ന സ്വരം കേൾക്കാൻ പറ്റും. പിന്നെ ചില മൂള സ്വരങ്ങൾ കേൾക്കാം. ഇപ്പോൾ സ്ക്രീനുണ്ട്, അത് ചില കാര്യങ്ങൾ എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. ഇത് റീഡ് ചെയ്യുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ പാട്ടിൻ്റെ ലിസ്റ്റ് ഒരുപാട് വരും. ഒന്നാമത്തെ പാട്ട്, രണ്ടാമത്തെ പാട്ട്, അതൊരു പാട്ട് അവരിങ്ങോട്ട് പ്ലേ ചെയ്ത് നമ്മളെ കേൾപ്പിക്കാൻ തുടങ്ങും. ബോക്സിലൂടെ പാട്ടിങ്ങ് വരികയാണ്. ഇത്രയും ഭാഗം രണ്ടാമത്തെ ഘട്ടമാണ്. ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ നമുക്ക് ചെയ്യാനൊന്നുമില്ല, നമ്മളവിടെ ഇരുന്ന് കൊടുത്താൽ മതി. ബാക്കി ആ ഒരു CD പ്ലെയർ ആണ് ചെയ്യുന്നത്. ഇതാണ് ഈ അസറ്റിക്കൽ ആൻഡ് മിസ്റ്റിക്കൽ സ്റ്റൈൽ എന്ന് പറയുന്നതിൻ്റെ ഒരു നാടൻ ഉദാഹരണമാണ്. അപ്പം നമ്മൾ ഈ CD എടുത്ത് അകത്തേക്ക് കയറ്റി കൊടുക്കുക, പിന്നെ അത് അകത്തുനിന്ന് കൊണ്ടുപോയിട്ട് അവന് പാട്ടിക്കൊണ്ട് തരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ബലം പ്രയോഗിച്ച് പരിശ്രമിച്ച് കയറി എന്ന് വരുമ്പോൾ ഒരു സ്റ്റേജ് വരുമ്പോൾ തമ്പുരാൻ തന്നെ നമ്മുടെ ആത്മജീവിതത്തെ അങ്ങ് ഏറ്റെടുത്തിട്ട് നമ്മളെ കൊണ്ട് പോകാൻ തുടങ്ങും. പിന്നെ എന്താ സംഭവിക്കുക, എന്താ ചെയ്യേണ്ടത് നമ്മളല്ല തീരുമാനിക്കുന്നത്, തമ്പുരാൻ തീരുമാനിക്കും. അങ്ങനത്തെ അനുഭവത്തിലേക്ക് നമ്മൾ കയറി വരുന്നത്, ഇവിടെ ഞാൻ പറഞ്ഞു ഇത് CD അങ്ങ് വെച്ച് കൊടുത്തു, ഇപ്പം നമ്മൾ കൈക്ക് മാറ്റിക്കും. അപ്പോൾ ആ ഒരു സ്റ്റേജ് തീർന്നു. പിന്നെ അടുത്ത സ്റ്റേജാണ്. അങ്ങനെ രണ്ട് വ്യത്യസ്തമായ സ്റ്റേജിങ് ചേർന്ന് നിൽക്കുന്നതായിട്ട് ഞാൻ ഉദാഹരണത്തിൽ പറയുമ്പോൾ അങ്ങനെയാണ്. പക്ഷേ ഇങ്ങനെ രണ്ട് സ്റ്റേജ് മുട്ടി നിൽക്കുന്നതല്ല. ആത്മജീവിതത്തിൽ ഈ രണ്ട് സ്റ്റേജുകൾ ഇങ്ങനെ പരസ്പരം കയറി കിടക്കുകയാണ്. ഒന്നിങ്ങ് വന്ന് വരുമ്പോൾ അടുത്തതായി ആരംഭിക്കും. ഈ ഒന്നാമത്തേത് വന്ന് ഏതാണ്ട് അങ്ങ് തീരും. അപ്പോൾ അടുത്തത് ശക്തമായിട്ട് മുന്നോട്ട് തുടരും. അങ്ങനത്തെ ഒരുമിച്ച് ഓവർലാപ്പ് ചെയ്യുന്ന പോലൊരു ബന്ധമാണ് ഇവിടെ ഉള്ളത് ആത്മീയ ജീവിതത്തിൽ. ഇതൊരു ആത്മീയ ദൈവശാസ്ത്രത്തിന്റെ ആഴപ്പെട്ട മേഖലകളാണ്. അസറ്റിക്കൽ തിയോളജി, മിസ്റ്റിക്കൽ തിയോളജി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ ത്രേസ്യ കുരിശിന്റെ അങ്ങനെ വലിയ ആൾക്കാരാണ്. ഞാനത് ആവർത്തിച്ച് പറയുന്നതാണ്, നേരത്തെ പറഞ്ഞ കാര്യമാണെങ്കിൽ പോലും. ഇത് പറയാൻ കാരണം ഈ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇപ്പൊ യോഹന്നാൻ അനുഭവിക്കുന്നതാണ്. കർത്താവിന്റെ ദിനത്തിൽ ആത്മാവിൽ ലയിച്ചിരിക്കെ പിന്നെ എന്താ സംഭവിക്കുന്നുള്ള യോഹന്നാനല്ല തീരുമാനിക്കുന്നത്. കർത്താവിന്റെ ദിവസമാണ് ഞായറാഴ്ച. പണ്ട് രാവിലെ യോഹന്നാൻ എണീറ്റപ്പോൾ കർത്താവിന്റെ ദിവസം തലേദിവസം തന്നെ ഓർത്തു. രാവിലെ എണീറ്റപ്പോൾ തന്നെ ആ ഒരു ചൈതന്യത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, വചനം ഓർമ്മിക്കുന്നു, ഒരു കുർബാന ബലിയർപ്പിക്കുന്നു, ഈശോയുടെ കൽപ്പന അനുസരിച്ച് അപ്പവും വീഞ്ഞു വാഴ്ത്തി ബലിയർപ്പിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് കർത്താവിന്റെ ദിനത്തിൽ കർത്താവിന്റെ കാര്യങ്ങൾ മുഴുകി അങ്ങനെ അങ്ങ് വന്നപ്പോൾ ഇത് ഒരു പ്രത്യേക അവസരം. ചിലപ്പോൾ ഒരു 10 മണിക്കായിരിക്കാം, 12 മണിക്കായിരിക്കാം, 3 മണിയായപ്പോഴായിരിക്കാം, ഉച്ച കഴിഞ്ഞ് ഇതേ ഒരു പെട്ടെന്നൊരു അനുഭൂതിയിലേക്ക് വന്നു. തമ്പുരാൻ അങ്ങ് പിടിക്കുകയാണ്. പിടിച്ചിട്ട് യോഹന്നാൻ ചിന്തിക്കാത്ത തരങ്ങളിലേക്ക് യോഹന്നാനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ദർശനങ്ങൾ കിട്ടുന്നു. അതിൻ്റെ 4-ാം അധ്യായത്തിൽ അദ്ദേഹം വീണ്ടും പറയുന്നത്, പെട്ടെന്ന് ഞാനൊരു ആത്മീയ അനുഭവത്തിൽ ലയിച്ചു. ഞാനൊരു വാതില് കണ്ടു. ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. ദൈവം കാണിച്ചു കൊടുക്കുന്നത് കാണുകയാണ്. അങ്ങനെ യോഹന്നാൻ അങ്ങ് പോകുന്നു, കാണുന്നതല്ല പിന്നെ എഴുതി വെക്കുക. അങ്ങനെ നമുക്ക് ഈ പുസ്തകം കിട്ടുന്നത്. ഈ ഒരു അനുഭവം നമുക്ക് പത്രോസിന്റെ ജീവിതത്തിലും പൗലോസിന്റെ ജീവിതത്തിലും ഒക്കെ പങ്കുവച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. നമ്മളിത് ബൈബിളില് ഇങ്ങനത്തെ അനുഭവങ്ങൾ കാണുന്നു. അതുപോലെ തന്നെ വിശുദ്ധരുടെ ജീവിതങ്ങളിൽ ധാരാളമായിട്ട് ഇങ്ങനത്തെ അനുഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ആത്മീയ പരവേശമുണ്ടായി. ചിലപ്പോഴൊക്കെ നവീകരണ ധ്യാനങ്ങൾ പങ്കെടുക്കുമ്പോഴും പരിശുദ്ധാത്മ അഭിഷേകത്തിലേക്ക് വരുമ്പോഴും ഇങ്ങനെ ആത്മാവിൽ ലയിച്ച് പരിസരബോധമില്ലാതെ ചിലപ്പോൾ നിലത്ത് മറിഞ്ഞു വീണോ അങ്ങനെയൊക്കെ കിടന്ന് ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് പോകുന്ന ഒരു അനുഗ്രഹത്തിന്റെ തലവും തമ്മിൽ നമുക്ക് നൽകാറുണ്ട്. അങ്ങനെയുള്ള അനുഭവമുള്ള പല ആൾക്കാരുണ്ടായിട്ടുള്ള ആൾക്കാർ നിങ്ങൾ പലരും കാണുമെന്ന് എനിക്കറിയാം. അത് നമ്മൾ വിവേചിച്ചെടുക്കുകയും കൂടെ ചെയ്യണം. ഈ ആത്മീയ അനുഭവങ്ങളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. ആത്മീയ അനുഭവങ്ങളെല്ലാം വരുമ്പോൾ എപ്പോഴും നമ്മൾ അതിൻ്റെ ഫലങ്ങൾ നോക്കണം. ഫലങ്ങളിൽ നിന്ന് വൃക്ഷത്തെ അറിയണം. കാരണം ഈ മേഖലയിൽ ഇത് ഭൗതിക തലത്തിനപ്പുറമുള്ള തലമാണ്. ഭൗതിക തലത്തിൽ നമുക്ക് ആൾക്കാർ വരുന്നു പോകുന്നു, ആരാ എവിടെ നിന്നാണ് വരുന്നത്, എന്തിനാ വരുന്നത്, കടലാസ് കാണിച്ച് ചോദിച്ചറിയാൻ പറ്റും. നമുക്ക് പിന്നെ അന്വേഷിച്ചറിയാം, ഫോണിൽ വിളിച്ച് ചോദിക്കാം അവരെവിടെ നിന്ന് വരുന്നത്, അറിയാൻ പറ്റും.
അല്ലെ ഫോൺ വന്ന് ആരെ വിളിക്കുന്നത്, എവിടെയുള്ള ആളാണ്, നമുക്ക് വേറെ ചോദിക്കുക ആൾ എങ്ങനെയാണെന്നുള്ള, അങ്ങനെ നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ അന്വേഷിച്ചറിയാനുള്ള മാർഗമുണ്ട്. പക്ഷെ അരൂപിയുടെ തലത്തിലേക്ക് വരും നമുക്ക് അന്വേഷിച്ച് എളുപ്പമല്ല. അത് പരിശുദ്ധാത്മാവാണോ, പൈശാചിക അരൂപിയാണോ, വേറെ മാനുഷിക ചിന്തകളാണോ, ഇതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ഫലങ്ങൾ എന്ന് പറഞ്ഞ ഈശോ പറയുന്നു. മൃതപുരം നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നപ്പോൾ സൂചിപ്പിച്ചു പോകുന്നേ ഉള്ളൂ. ഫലങ്ങൾ എന്ന പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ, ആത്മീയ അനുഭൂതിയും കാര്യങ്ങളും ഉണ്ടാകുന്ന വ്യക്തികൾ അത് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് വന്നതുകൊണ്ടാവണ്ട ഈ അനുഭവം ഉണ്ടായത് എങ്കിൽ ഈ വ്യക്തികൾക്ക് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ സമൃദ്ധമായിട്ടുണ്ടാകും. എല്ലാവരോടും സ്നേഹം, എല്ലാത്തിനെയും കുറിച്ച് സന്തോഷം, ആരെയും വിധിക്കാൻ തോന്നി. നമ്മൾ 1 കൊരിന്ത്യർ 13 സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, തിന്മയിൽ സന്തോഷിക്കുന്നില്ല, നന്മയിൽ ആഹ്ലാദിക്കുന്നു, കാത്തു നിൽക്കുന്നു, ഇതിക്ക് നിരാശപ്പെടുന്നില്ല. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഇങ്ങനെ നിറഞ്ഞ് 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 നമ്മളിന്ന് പുറത്തേക്ക് ഇങ്ങനെ എന്താ കരയോറോ പിടിച്ച മണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം തള്ളി തള്ളി വരുന്ന പോലെ നല്ല മഴക്കാലം വരുമ്പോൾ നല്ല മഴ അടച്ച് ഇടോപ്പാതിക്ക് മഴ നിന്നങ്ങ് പെയ്ത് മണ്ണ് മുഴുവൻ കുതിർന്ന് കഴിയുമ്പോൾ പറമ്പിൽ കൂടെ എല്ലാം കരയോറോ പിടിച്ച് അതിൽ വെള്ളം ഒഴുകുന്ന അവസ്ഥ വരും. നമുക്കത് വിട്ടുനാളിലൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പറമ്പിൽ കൂടെ പോകുമ്പോൾ എല്ലാം റബ്ബർത്തോട്ടത്തിലും എല്ലാം ഇങ്ങനെ വെള്ളം ഒഴുകുകയാണ്. അവിടെ ഇവിടെ എല്ലാം കയ്യാലപ്പൊത്തിലൂടെ എലിപ്പൊത്തിലൂടെ എല്ലാം വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നു. അങ്ങനെ നടന്നു പോകുന്ന അവസരത്തിൽ എലിപ്പൊത്തിലൂടെയൊക്കെ നിരത്തുള്ള പൊത്തിലൂടെയൊക്കെ വെള്ളം ഇങ്ങനെ വന്ന് കുഞ്ഞ് വന്ന് കുളകുളകളോ വെച്ചോ ഇങ്ങനെ ഒഴുകുമ്പോൾ ചിലപ്പോൾ കൗതുകത്തിന് കൊച്ചുനാളിലിങ്ങനെ ആ എലിപ്പൊത്തിന്റെ മുകളിൽ പോയി കാലുകൊണ്ട് ഉപ്പിട്ട് കൊണ്ട് ചവിട്ടി പിടിക്കും, ആ വെള്ളം വരുന്നൊന്ന് അടയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചവിട്ടി പിടിച്ച് കഴിയുമ്പോൾ അപ്പുറം ഇപ്പുറമുള്ള മണ്ണ് തള്ളി മാറ്റിക്കൊണ്ട് വെള്ളം പിന്നെ പുറത്തേക്ക് വരികയാണ്. അപ്പൊ അവിടെ വരച്ച് മണ്ണ് പൊത്തി വെച്ചിട്ട് ഇവർ ഇപ്പുറം പൊത്തി പിടിച്ചു കഴിഞ്ഞാൽ മണ്ണ് വെള്ളം അപ്പുറത്തൂടെ ഒഴുകി വരും. അങ്ങനെ വരാൻ ഉള്ളിൽ തള്ളി വരുന്ന വെള്ളമാണ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് തള്ളി പുറത്തേക്ക് ആനന്ദം വരുന്നു, സ്നേഹം വരുന്നു, സമാധാനം വരുന്നു, നന്മ വരുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് നമുക്ക് ഈ ആത്മീയ അനുഭവങ്ങളുടെ കൂടെ ഉണ്ടാവണം. എങ്കിലേ ആ ആത്മീയ അനുഭവങ്ങളും കൃപകള് പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് നമുക്ക് ഉറപ്പാക്കാൻ പറ്റുള്ളൂ. ചില പരിശുദ്ധാത്മാവിന്റെ തന്നെ ആയിരിക്കാം ഈ സ്വരം അനുഭവം വരുന്നത്, ഈ സന്ദേശങ്ങളോ അനുഭവങ്ങളോ അനുഭൂതിയൊക്കെ വരുന്നത്. പക്ഷെ അതിനിടയ്ക്ക് വെച്ച് തിന്മ കയറി പിടിക്കുന്നുണ്ടാവും. നല്ല ഉറവജലത്തിലേക്ക് അഴുക്ക് ജലം കൊണ്ട് വന്ന് കയറിയാൽ നല്ല ഉറവ ഒഴുകി വരുന്ന വെള്ളത്തിന്റെ കൂടത്തിൽ അഴുക്കും കൂടെ വന്ന് കറന്നിട്ട് ദുർഗന്ധവും കലക്കമൊക്കെ ആയിട്ട് മാറിപ്പോയി എന്ന് പറഞ്ഞ പോലെ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട മേഖലയാണ്. ഇപ്പൊ ആത്മീയ അനുഭൂതി ലയിക്കുക എന്നുള്ളത് ഒരു മിസ്റ്റിക്കൽ തലത്തിലേക്കുള്ള അനുഭവത്തിന്റെ ഒരു അടയാളമാണ്. നമ്മളെ എടുത്തുകൊണ്ട് നയിക്കാൻ നോക്കുന്നു. പക്ഷെ അവിടെ നമ്മൾ നല്ല ജാഗ്രത എടുത്തില്ലെങ്കിൽ അവിടെ സാത്താനും മറുവശത്ത് കയറി കൊണ്ടുപിടിക്കും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് വീട്ടിൽ കൂടെയുള്ള പങ്കാളിയോട്, കുഞ്ഞുങ്ങളോട്, മാതാപിതാക്കളുടെ സഹോദരങ്ങളോട് ഒക്കെ അകൽച്ച, അതൃപ്തി, പെറുപെറുപ്പ്, അരിശപ്പെടാൻ തോന്നുന്നു, വാശി പിടിക്കാൻ തോന്നുന്നു, വിമർശിക്കാൻ തോന്നുന്നു, വികാരത്തിനെ പറ്റി കുറ്റം പറയാൻ തോന്നുന്നു, സഭ അധ്യക്ഷന്മാരെ പറ്റി കുറ്റം പറയാൻ തോന്നുന്നു, മറ്റു പല അയൽക്കാരും ജീവിക്കുന്ന ഭംഗിയായിട്ടല്ല, അവർ പ്രാർത്ഥന ശരിയല്ല, അവര് കള്ളത്തരം കാണിക്കുന്നു, വൃത്തികേട് കാണിക്കുന്നു, ആത്മാർത്ഥ ഇല്ലാത്തവരെ, പ്രാർത്ഥന ഇല്ലാത്തവരാ, നവീകരണത്തിൽ വരാം. ഇങ്ങനെയുള്ള ഒരുപാട് എതിർചിന്തകള്, അകൽച്ച ചിന്തകള്, പിന്നെ അതിന്റെ പോയി കയറക്കുക, ഒച്ച വെക്കുക, തർക്കിക്കുക, പിണങ്ങുക, ബഹളം വെക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ഉള്ള പ്രേരണ വരുന്നുണ്ടെങ്കിൽ അവിടെ തിന്മയ്ക്ക് പിടുത്തം കിട്ടുന്നുണ്ട് നമ്മൾ അറിയണം. അപ്പൊ ഞാനിത് പറഞ്ഞു വന്നത് ഈ ആത്മീയ അനുഭൂതി ലയിക്കുക എന്ന് പറയുന്നത് മനോഹരമാണെന്ന് അറിയണം. ഒപ്പം നമ്മൾ വളരെ ജാഗ്രത എടുക്കണം. നമ്മൾ കുറച്ചു പേരൊക്കെ അത് അനുഭവമുള്ളവരൊക്കെ ഈ കൂട്ടത്തിലുണ്ട് എന്ന് എനിക്കറിയാം. നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 10-ാമത്തെ അധ്യായത്തില് യോപ്പയില് തുകൽപ്പണിക്കാരൻ ഷെമീമാന്റെ വീട്ടിൽ പത്രോസ് താമസിക്കുന്ന രംഗം നമ്മൾ നേരത്തെ വായിച്ചു കേട്ടിട്ടുണ്ടല്ലോ. അവിടെ ആ ഒരു ദിവസം പത്രോസ് 9 മുതലുള്ള വാക്യങ്ങളില്, അപ്പസ്തോല പ്രവർത്തനം 10:9 മുതൽ വാക്യങ്ങള്, പത്രോസ് പ്രാർത്ഥിക്കാൻ മട്ടുമാവിലേക്ക് പോവുകയായിരുന്നു. ഉച്ചയായപ്പോൾ 6 മണിക്കൂറായിരുന്നു. അവന് വിശന്നു. എന്തെങ്കിലും ഭക്ഷിക്കണം തോന്നി അവർ ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ അവനൊരു ദിവ്യ അനുഭൂതി ഉണ്ടായി. ദിവ്യ അനുഭൂതി അത് സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതല്ല, ഉണ്ടാകുമെന്ന് ഓർത്തോണ്ടല്ല ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കാൻ കയറിയത്. പക്ഷെ പ്രാർത്ഥന പെട്ടെന്ന് തമ്പുരാന്റെ ഇടപെടലങ്ങ് വരികയാണ്. അത് അപ്പസ്തലത്തിൽ അവിടെ ഒരു ദർശനം കടന്നു വരികയാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാനായിട്ട് അപ്പസ്തല പ്രവർത്തനങ്ങൾ 22-ാമത്തെ അധ്യായത്തിലും, ഇത് പത്രോസിന്റെ അനുഭവമാണല്ലോ, പൗലോസ് അപ്പോസ്തലനും ഇങ്ങനെ അനുഭവം പറയുന്നുണ്ട്. 22-ാം അധ്യായത്തിൽ 17-18 വാക്യങ്ങളിലും, ഞാൻ ജെറുസലേമിൽ തിരിച്ചു വന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ദിവ്യാനുഭൂതി ഉണ്ടായി. കർത്താവ് എന്നോട് ഇപ്രകാരം സംസാരിച്ചു നിൽക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടൊരു ഈശോയുടെ ഇടപെടൽ പൗലോസ് അപ്പോസ്തലനോട് വിശദീകരിക്കുകയാണ്. അപ്പൊ യോഹന്നാന്റെ അനുഭവം, പത്രോസിന്റെ അനുഭവം, പൗലോസിന്റെ അനുഭവം ഒക്കെ നമ്മളങ്ങ് സൂചിപ്പിച്ചു വെച്ചു. അപ്പൊ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ കടത്തിയെടുക്കേണ്ട, അല്ല അങ്ങനത്തെ അനുഭവങ്ങൾക്കായിട്ട് മാറ്റിവെക്കേണ്ട ദിവസമാണ് ഞായറാഴ്ച, സാബത്ത്. ഇതാണ് വചനം തരുന്ന ഒരു ചിത്രം നമ്മൾ കാണുന്നത്. അപ്പൊ കർത്താവിന്റെ ദിനത്ത് ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കേ,
യോഹന്നാൻ അങ്ങനെ കർത്താവിന്റെ ദിവസം ആചരിച്ചത്. യോഹന്നാൻ ആത്മാവിൽ ലയിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് യോഹന്നാനെ കുറിച്ച് വേറെ ചിത്രം ഓർമ്മ വരുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്. അന്ത്യത്താഴ വേളയിൽ ഈശോയുടെ വക്ഷസ്ഥില് ചാഞ്ഞിരുന്നു കൊണ്ട് ഈശോയോട് സംസാരിക്കുന്ന, ഈശോയോട് വളരെ മറ്റാർക്കും മനസ്സിലാക്കാൻ പറ്റുകയില്ലാത്ത, കേൾക്കാൻ പറ്റുന്നില്ലാത്ത രീതിയിൽ പോലും കാര്യങ്ങൾ പറയുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു അപ്പസ്തോലനായിട്ട് നമ്മൾ യോഹന്നാനെ കാണുന്നു. യോഹന്നാൻ സുവിശേഷം 13-ാമത്തെ അധ്യായത്തില് 25-ാമത്തില് 23 ശിഷ്യന്മാർ ഈശോ സ്നേഹിച്ചിരുന്നവൻ അവന്റെ വക്ഷത്തിലേക്ക് ചാരി കിടന്നിരുന്നു. ഇപ്പൊ ശീമോൻ പത്രോസ് അകലെ ഇരുന്നുകൊണ്ട് ആരെ പറ്റിയാണ് ഈശോ ഒറ്റിക്കൊടുക്കുന്നുള്ളത് പറയുന്ന ആംഗ്യം കാണിച്ചു. അത് ആരാ ചോദിക്കാൻ ആംഗ്യം കാണിച്ച് ആവശ്യപ്പെട്ടു. 25-ാം വാക്യം ഈശോയുടെ വക്ഷത്ത് ചേർന്ന് കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു, കർത്താവേ ആരാണത്? വക്ഷത്തിൽ ചേർന്ന് കിടന്നുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നു, കേൾക്കുന്നു, സംസാരിക്കുന്നു. അപ്പൊ ഈശോയോടുള്ള ഗാഢമായ ഐക്യം, നല്ല അടുപ്പം, ഈശോയുടെ ഉള്ളും യോഹന്നാന്റെ ഉള്ളും തമ്മിൽ യാതൊരു അകൽച്ചയില്ല, ഒരു വ്യത്യസ്തതയില്ല. നല്ല തുറവി, നല്ല ഒരുമ, ഒരേ അരൂപി, പരിശുദ്ധാരൂപി നിറഞ്ഞ ഈശോ യോഹന്നാനും അങ്ങനെ തന്നെ. അതുകൊണ്ട് അവർക്ക് ശാരീരികമായിട്ട് ചേർന്നായിരിക്കാനായിട്ട് പറ്റുന്നത്. യോഹന്നാൻ തന്റെ സുവിശേഷം എഴുതുമ്പോൾ 1-ാമത്തെ അധ്യായത്തില് 18-ാമത്തെ തിരുവചനത്തില് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, ദൈവവുമായി ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് എന്ന് പറയുക. ദൈവവുമായി ഗാഠബന്ധം പുലർത്തുന്ന ഏകജാതനായ ദൈവം തന്നെ ഈശോ. അപ്പൊ ഈശോയ്ക്ക് പിതാവുമായുള്ള ബന്ധത്തെക്കുറിച്ച് യോഹന്നാന് ഈ ആദ്യ അധ്യായത്തിൽ തന്നെ എഴുതി വരുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന. അതിൻ്റെ മറ്റൊരു ശീത്ത ബൈബിളിലുള്ള ട്രാൻസ്ലേഷൻ, സുറിയാനി ബൈബിൾ മൂലത്തിലുള്ള വിവർത്തനത്തിൽ എഴുതിയിരിക്കുന്ന പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതൻ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിന്റെ മടിയിലിരിക്കുന്ന. അപ്പൊ പിതാവുമായി ഗാഠബന്ധം, പിതാവിന്റെ വക്ഷത്തിലേക്ക് ചാഞ്ഞ് ഒരുമിച്ച് അങ്ങനെ ആയിരിക്കുന്നു. അതാണ് ഈശോയുടെ സ്ഥാനം. ആ സ്ഥാനത്തേക്കാണ് യോഹന്നാൻ ഇവിടെ കടന്നു വന്നു കഴിഞ്ഞിപ്പം ഈശ്വര കൂടി ആയിരിക്കുന്ന ആളുകൾ തന്നെ ഈശ്വര വക്ഷത്ത് ചാരി കിടക്കുന്നു. അങ്ങനത്തെ ഒരു അനുഭവം, അതേക്കുറിച്ച് പിന്നെ യോഹന്നാൻ ലേഖനം എഴുതുമ്പോഴും മനോഹരമായിട്ട് ലേഖനം 1-ാം അധ്യായം 1 വാക്യങ്ങൾ അദ്ദേഹം ആരംഭിക്കുമ്പോൾ തന്നെ പറയുന്ന മനോഹരമായ ഒരു പങ്കുവെക്കൽ ശൈലി ഉണ്ടല്ലോ. ആദ്യം മുതൽ ഉണ്ടായിരുന്നു, ഞങ്ങൾ കേട്ടത്, സ്വന്തം കണ്ടുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ ഞങ്ങൾ നിങ്ങൾ അറിയിക്കുന്നു. അപ്പൊ കണ്ടു, കേട്ടു, സൂക്ഷിച്ചു, വീക്ഷിച്ചു, കൈകൊണ്ട് സ്പർശിച്ചു, അങ്ങനെ അനുഭവിച്ചറിഞ്ഞു. അത് ഈ വർഷത്തിൽ ചാരിക്കിടക്കുന്ന അനുഭവത്തിലൂടെ ഒക്കെയാണ് അദ്ദേഹം ആഴത്തിലേക്ക് ഇറങ്ങുന്നത്. നമ്മളിങ്ങനെ ഈ ഒരു ചിന്ത ഈ ഒരു സെഷനിൽ ഇങ്ങനെ എടുക്കുമ്പോൾ 3-ാം പ്രമാണത്തിന്റെ പശ്ചാത്തലമാണല്ലോ ഇത്. 3-ാം പ്രമാണം നമ്മളെ എവിടേക്ക് കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ അറിയണം. നമ്മളൊരു യാത്ര പോകുമ്പോൾ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിഞ്ഞെങ്കിലല്ലേ, ബോധം ഉണ്ടെങ്കിലല്ലേ പോകേണ്ടത് പോലെ ഒരുങ്ങി പോകാൻ പറ്റുള്ളൂ. നമ്മളൊരു വിദേശയാത്രയ്ക്ക് പോകുമ്പോൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി നെടുമ്പാശ്ശേരിക്കോ അല്ലെങ്കിൽ കരിപ്പൂർക്കോ വിമാനത്താവളത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എങ്ങനെ ഇറങ്ങുന്ന വേഷം എന്തായിരിക്കും, എടുക്കുന്ന ബാഗുകൾ എന്തൊക്കെയായിരിക്കും, എടുക്കുന്ന പേപ്പറുകൾ, സാധനങ്ങൾ എന്തൊക്കെയായിരിക്കും, അതൊക്കെ നമുക്കറിയാം. ആ വിദേശയാത്രയ്ക്ക് പറ്റിയ രീതിയിലുള്ള ക്രമീകരണമായിരിക്കും. പക്ഷെ പള്ളിയിലേക്ക് പോവുകയാണല്ലോ, ഞായറാഴ്ച കുർബാനയ്ക്ക് പള്ളിയിലേക്ക് പോകുമ്പോൾ നമ്മൾ വേഷം ധരിക്കുന്നതും ഇറങ്ങുന്നതും ഒക്കെ അത് വേറെ രീതിയിലാണ്. ചന്തയിൽ വരെ പോവുകയാണെങ്കിലോ ടൗണിൽ നിന്ന് ഇറങ്ങുക, ചന്തയ്ക്ക് സാധനം മേടിച്ച് ചന്തയ്ക്ക് സാധനം വാങ്ങിക്കണം. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും പോവുക? അത് വേറെ രീതിയിലാണ് പോകുന്നത്. അപ്പൊ എവിടേക്കാണ് പോകുന്നത്? കോളേജിൽ പോകുന്ന പിള്ളേർ നമുക്ക് അവർ പോകുന്നത് വേറെ ഒരുക്കത്തിലാണ്. അപ്പൊ എവിടേക്കാണ് പോകുന്നത് എന്നറിഞ്ഞെങ്കിലേ എങ്ങനെയാണ് പോകേണ്ടത് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഈശോ തന്നെ പറ്റി തന്നെ പലപ്പോഴും യഹൂദർ സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കമന്റാണ്, ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം. ഞാൻ എവിടെ നിന്ന് വരുന്നെന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം. അതുകൊണ്ട് ഈശോയ്ക്ക് ആ ഒരു ഒരുക്കം എപ്പോഴും ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് അത് അറിഞ്ഞുകൂടാം എന്ന് പറയുകയാണ് ഈശോ പറയുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എവിടുന്ന് വരുന്നു, എവിടേക്ക് പോകുന്നുവെന്ന് നമുക്കും ഒരു നല്ല വ്യക്തത ആവശ്യമുണ്ട്. എങ്കിലേ നമുക്ക് ഈ ഭൂമിയിലെ ജീവിതം ജീവിക്കേണ്ട പോലെ ജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അത് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ആ അനുഭവത്തിലേക്ക് നമ്മളെ ഒരുക്കിയെടുക്കാനായിട്ടുള്ള 3-ാം പ്രമാണം എന്ന് പറഞ്ഞത് കഴിഞ്ഞ സെഷൻ നമ്മൾ കണ്ട് ഓർമ്മിക്കുന്നുണ്ടല്ലോ. നമ്മളിപ്പോൾ ആഴപ്പെട്ടൊരു വചനത്തിന്റെ അടിത്തറയിട്ട് കഴിഞ്ഞ 2 സെഷൻ കണ്ട കാര്യങ്ങൾ നമ്മളൊന്ന് ചേർത്ത് എടുത്തുകൊണ്ട് വരികയാണ്. നമ്മൾ പറയേണ്ട സ്വർഗീയ ഭവനത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ. യോഹന്നാൻ 14 1-2 വാക്യങ്ങൾ, പിതാവിന്റെ ഭവനത്തിലേക്ക് ഞാൻ പോകും, നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്ന സ്ഥലമൊരുക്കിയിട്ട് അങ്ങോട്ടുള്ള വഴി, അതാണ് ഈശോ, ഞാൻ വഴി സത്യം ജീവനും. അപ്പൊ അങ്ങോട്ട് പോകേണ്ടവരാണ് നമ്മൾ, അങ്ങോട്ട് പോകാൻ സ്ഥലമാണ് നമ്മൾ നയിക്കുന്നത്. ഈ കാര്യം നമ്മൾ കണ്ട് ഓർമ്മിക്കുന്നുണ്ടല്ലോ.
നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിന് പിതാവിൻ്റെ വീട്ടിലേക്ക് വരാനായിട്ട് കുഞ്ഞിനെ ആശുപത്രിയിലാക്കി, ആശുപത്രി കൊച്ചിങ്ങനെ ഒരുങ്ങുന്നു, അപ്പനുമായിട്ട് ഇടപെട്ട് വരുന്നു. ഒരുപക്ഷെ ഡോക്ടർമാർ അപ്പൻ്റെ ഫോട്ടോ കാണിക്കുന്നു, അപ്പൻ്റെ സ്വരം കേൾപ്പിക്കുന്നുണ്ടെങ്കിൽ അപ്പനോട് വരുന്നു. അങ്ങനെ കൊച്ചിന് ഈ അപ്പനോടൊരു അടുപ്പം ഉണ്ടാക്കി വളർത്തിയത് അവസാനം ഈ കുഞ്ഞിൻ്റെ ചുമതല ഡോക്ടർമാർക്ക് എപ്പോഴാണ് തീരുന്നത്? ഈ അപ്പൻ്റെ സംഘത്തേക്ക് സന്തോഷത്തോടെ ഓടിച്ചെല്ലാനായിട്ട് ഈ കുഞ്ഞിന് അപ്പനോട് അത്ര അടുപ്പവും വിശ്വാസവും ബോധ്യം എപ്പോഴാകുന്നോ അന്ന് ഈ കുഞ്ഞിനെ ആശുപത്രിയിൽ ഡിസ്ചാർജ് ചെയ്യും. ഇപ്പം ഞാൻ പറയുകയുണ്ടായി, നമ്മുടെ ഭൂമിയിലെ ആശുപത്രിയാണ് സഭ. സഭയിൽ നമ്മൾ അംഗങ്ങളായി ഭൂമി ജീവിക്കുന്ന സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്, സ്വർഗത്തിലേക്ക് ഒരുക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. സ്വർഗസ്നായ പിതാവെ എന്ന് വിളിച്ച് അബാ പിതാവെ എന്ന് വിളിക്കുന്ന ആത്മാവിനെ നയിക്കപ്പെട്ട് പിതാവിന് ചേർന്ന മക്കളായിക്കൊണ്ട് നമ്മൾ രൂപാന്തരപ്പെട്ട് സ്വർഗത്തിന് പാകമായി കഴിയുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ നിന്നും പിതാവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഇതാ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു, അങ്ങനെ പോകാനായിട്ട് നമുക്ക് ഇട വരണം. അപ്പം ഈ ഒരു ലക്ഷ്യം ഞാൻ പറഞ്ഞു. ദൈവവുമായുള്ള ബന്ധത്തെക്കുറിച്ച് ആദ്യത്തെ 3 പ്രമാണങ്ങൾ. ഈ 3 പ്രമാണം, 2 പ്രമാണങ്ങൾ പറയുന്ന ഗൗരവമുള്ള കാര്യങ്ങളെ അനുഭവ തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുതരാൻ വേണ്ടി ഉദ്ദേശിച്ചുള്ള പ്രമാണമാണ് 3-ാം പ്രമാണം. അനുഭവ തലം നമ്മൾ പറഞ്ഞില്ലേ, അതെന്താണ്? വേറെ ഒരു പരിപാടിക്ക് പോകാതെ നമ്മളൊരു ദിവസം മുഴുവൻ മാറിയിരിക്കുന്നു, ദേവാലയത്തിലെത്തി ആരാധനയെ സംബന്ധിക്കുന്നു, കുർബാനയെ സംബന്ധിക്കുന്നു, ദീപികാരനെ സ്വീകരിക്കുന്നു, വചനം കേൾക്കുന്നു, ഇടവ കൂട്ടായ്മയിൽ വികാരപ്പെട്ട വികാരിച്ചിട്ടൊപ്പം നമ്മൾ പ്രവർത്തിക്കുന്നു, വീട്ടിലെ കുടുംബാംഗങ്ങളൊപ്പമായിരിക്കുന്നു, ആത്മീയമായ കാര്യങ്ങൾ വ്യാപരിക്കുന്നു. അതെല്ലാം നമ്മൾ സ്വർഗീയ ഭവനത്തിൻ്റെ മുന്നേ ആസ്വാദനമാണ്. നമ്മൾ കഴിഞ്ഞ ഒരു സെഷനിൽ പറയുകയുണ്ടായി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ സഹോദരനായിട്ടൊരു വൈദികനുണ്ട്, കപ്പുച്ചൻ വൈദികൻ ജെയിംസ് വാഴചാരിക്കൽ അച്ഛൻ എനിക്കൊരു വാട്സാപ്പിൽ ഒരു വീഡിയോ അയച്ചു തന്നു. ആ വീഡിയോ ഇങ്ങനെയാണ്. അത് ആരുടെ എനിക്ക് പേരൊന്നുമില്ല. 75 ദിവസത്തെ ലോക്ക്ഡൗൺ കഴിഞ്ഞ് വേർപാട് അകന്നിരുന്നതിന് ശേഷം ഒരു പപ്പ വീട്ടിലേക്ക് വരുമ്പം ആ പപ്പായുടെ കുഞ്ഞു മോള് പപ്പായെ സ്വീകരിക്കാൻ വേണ്ടി ഓടി വരുന്ന രംഗമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ. അത് കേരളത്തിന് പുറത്ത് ഏതോ ഒരു വീട്ടിലെയാണെന്നാണ് എനിക്ക് എൻ്റെ സാഹചര്യം കൊണ്ട് തോന്നുന്നത്. അത് ആരുടെ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനത് നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യങ്ങളുടെ മനോഹരമായൊരു മാനുഷിക തല അനുഭവം അവിടെ നമുക്ക് ഈ പപ്പായും കുഞ്ഞും നമ്മളുടെ ബന്ധത്തിൽ കാണാനായിട്ട് സാധിക്കും. എനിക്കത് ഒത്തിരി ഹൃദയസ്പർശിയായിട്ട് അനുഭവപ്പെട്ടു. ഈ കുഞ്ഞിങ്ങനെ ആ വീട്ടിലേക്ക് പപ്പ ഇങ്ങനെ കയറി വരുമ്പം അതിൻ്റെ പശ്ചാത്തലം കൊണ്ട് എനിക്ക് മനസ്സിലാകുന്നത് 75 ദിവസവും മറ്റേ പപ്പ കൊറോണ ലോക്ക്ഡൗണിലെ ക്വാറന്റൈനിലെങ്ങാണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ 1-2 വയസ്സുള്ളൊരു പെങ്കൊച്ച്, നമ്മൾ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൽ 2 വയസ്സുള്ള കൊച്ചിനെ പറ്റി പറഞ്ഞാണ് നമ്മൾ ആരംഭിച്ചത്. അപ്പം അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിലേക്ക് ഈ ഒരു വ്യക്തത തരാനായിട്ട് ഈ ഒരു വീഡിയോ സഹായിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ കൊച്ചിങ്ങനെ പപ്പ പെട്ടെന്ന് വന്ന് വാതിക്കൽ കാണുമ്പോഴേക്കും പപ്പായെ ഇങ്ങനെ യാദൃശ്യമായിട്ട് കണ്ടു കഴിയുമ്പോഴേക്കും ആദ്യം ഒരു സന്തോഷം, പിന്നെ കൊച്ചിന് ഒരു കരച്ചിലാണ് വരുന്നത്. കൊച്ചിനറിയാതെ കരയുകയാണ്. കാരണം അതുപോലെയുള്ള ഈ അപ്പായയുടെ പിരിഞ്ഞിരുന്നിട്ട് കാണുമ്പോഴുള്ള സന്തോഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആധിക്യം. ആ കരച്ചിന് പക്ഷേ കരഞ്ഞങ്ങ് നിൽക്കാനല്ല, പെട്ടെന്ന് കരച്ചിന് പയ്യങ്ങ് തീർന്നിട്ട് അപ്പാടെ പക്കൽ ഓടിയങ്ങ് ചെല്ലുകയാണ്. അപ്പോഴേക്കും അപ്പ കൊച്ചിനെ എടുത്തുകൊണ്ട് പപ്പ ഇങ്ങനെ ഒരു കസേരയിലോട്ട് ബെസ്സിലോട്ട് ഇരിക്കുന്നു. പപ്പയുടെ മടിയിലേക്ക് കയറി ചങ്കത്തോട് ഇങ്ങനെ ചാഞ്ഞ് കൊച്ചവിടെ കിടക്കുകയാണ്. എൻ്റെ കൊച്ചിനെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പപ്പായെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു, മുഖത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുന്നു. പപ്പ കൊച്ചിനെ നോക്കിയിരിക്കുന്നു, ഇടയ്ക്ക് സ്നേഹം മൊത്തം കൊടുക്കുന്നു. പപ്പ ഇടയ്ക്ക് തലയാട്ടി കാണിക്കുന്നു, കൊച്ചും തലയാട്ടുന്നു. അങ്ങനെ ഒരു നിശബ്ദമായ സ്നേഹത്തിൻ്റെ വിട്ടുപിരിയാൻ മേലാത്ത പോലെയുള്ള ഒരു അനുഭവം ആ ഒരു വീഡിയോയിൽ കാണുകയുണ്ടായി. അപ്പോൾ കുറേ സമയം അങ്ങനെ 2-2.5 മിനിറ്റേ ഉള്ളതെല്ലാം കൂടെ നമുക്ക് 2.5 മിനിറ്റ് ഒന്ന് എടുത്ത് അതൊന്ന് കാണാം. ചിലപ്പോൾ നിങ്ങൾ കണ്ടതായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ വല്ല വീട്ടിലെ അനുഭവം എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും നിങ്ങൾ എന്ത് ഉദ്ദേശത്തോടെ അത് വാട്സാപ്പ് പങ്കുവെച്ചോ അതേ ഉദ്ദേശത്തോടെ ഞാനത് ഇവിടെ ഒന്ന് കാണിക്കുകയാണ്. നമുക്ക് ഈ ദിവസങ്ങൾ കണ്ടതായ ഈ ഒരു സ്വർഗീയ ഭവനത്തിൽ നമ്മുടെ അപ്പ മക്കൾ നഷ്ടപ്പെട്ട നൊമ്പരത്തിൽ കാത്തിരിക്കുന്നു. ആ അപ്പയുടെ പക്കലേക്ക് വരാൻ വേണ്ടി ഒരുക്കപ്പെടുന്നവരെ നമ്മൾ ആ ഒരു ചിന്തയോടെ നമുക്ക് ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കാം. വീഡിയോയിൽ നമ്മൾ ഈ കുഞ്ഞിങ്ങനെ വീട്ടിൽ നിൽക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ അപ്പ കടന്ന് ഒരു പെട്ടെന്ന് സന്തോഷം, പിന്നെ കരച്ചിലായിട്ട് മാറുകയാണ്. പിന്നെ പറ്റി ഉടനെ ഓടി ചെല്ലുകയാണ് പപ്പയുടെ പക്കലേക്ക്. പപ്പ കൊച്ചിനെ വാരിയെടുത്ത് ചങ്കത്തോട് ചേർത്ത് പിടിക്കുകയാണ്. ആ കുഞ്ഞിനെ കാണാതിരുന്നതിൻ്റെ വിഷമെല്ലാം പപ്പായുടെ ആ ഒരു ചേർത്ത് പിടിക്കലിൻ്റെ പ്രകടമാണ്. ഈ കൊച്ചാണേലും പപ്പായെ കിട്ടിയ സന്തോഷത്തിൽ മുതിർന്ന് വേറെ ആരും ശ്രദ്ധിക്കുന്നില്ല. ആ പപ്പായെ കെട്ടിപ്പിടിച്ച് അങ്ങനെ ചേർന്ന് അങ്ങനെ കിടക്കുകയാണ്.
അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം യഥാർത്ഥത്തിൽ ക്രൈസ്തവ ആത്മീയതയുടെ മനോഹരമായ ചിത്രമായിട്ട് ഈശോ നമുക്ക് തന്നിരിക്കുന്ന ചിത്രം ഇതാണ്. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പിതാവിന്റെ മക്കളായിട്ട് നമ്മൾ വളർന്നു കയറി വരണം. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു, സംസാരം ഒന്നുമില്ല, നോക്കിയിട്ട് പിന്നെയും ഉള്ളു ചേർത്ത് അങ്ങനെ ആയിരിക്കുന്നു, വീണ്ടും നോക്കുകയാണ്. ഇതിനകത്ത് മാനുഷിക തലത്തിലുള്ള പപ്പായും മോളും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു അനുഭവമാണ്. പക്ഷേ ഈ കുഞ്ഞ് അപ്പായെ നോക്കുന്ന പോലെ നമുക്ക് തമ്പരാനെ നോക്കാനുള്ള ഒരു ഒരുക്കത്തിലേക്ക് നമ്മൾ വരണം. അത്ര നമ്മൾ വളർന്ന് കയറി വരേണ്ടതായിട്ടുണ്ട്. പപ്പായുടെ സ്നേഹത്തിന് മുത്തം കൊടുക്കുമ്പോൾ കുഞ്ഞത് സന്തോഷമായിട്ട് ഉള്ളിലേക്ക് നിറയെ എടുക്കുകയാണ്. അതിൻ്റെ നിറവ് പപ്പായുടെ സ്നേഹ സ്പർശനവും തലോടലും മാറിടത്തിൽ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുമ്പോൾ അനുഭവം. പപ്പയുടെ മുഖത്തേക്ക് എത്ര നോക്കിയിട്ടും കൊച്ചിന് തൃപ്തി വരുന്നില്ല. പപ്പാവ് തല കുലുക്കുമ്പോൾ കൊച്ചു തല കുലുക്കുക, വേറൊന്നുമില്ല. തല കുലുക്കൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവര് പങ്കുവെക്കുന്നുണ്ട്. കൊച്ചിന്റെ കുരുന്ന കാര്യങ്ങൾ ഇങ്ങനെ പപ്പായുടെ മാറത്തിങ്ങനെ കൈകൾ വെള്ളമൊടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും വലിയൊരു ബന്ധത്തിന്റെ, സ്നേഹത്തിന്റെ, പരസ്പര വിശ്വാസത്തിന്റെ തുറവയുടെ എല്ലാ അനുഭവം ഈശോ പിതാവിനെ കുറിച്ച് പങ്കുവെക്കുന്ന ഇങ്ങനത്തെ ഒരു അനുഭവമാണ്. ഇത് ആരുടെ പപ്പായാണ് എന്ന് ചോദിക്കുമ്പോൾ ഇത് പപ്പായ, എൻ്റെ പപ്പായ എന്ന് നമ്മൾ പറയുകയാണ്. നമുക്ക് അവകാശമാണ്. ഈശോ പിതാവിനെ കുറിച്ച് പറയല്ലേ, എൻ്റെ പിതാവ് എല്ലാവരെയും വലിയവനാണ്, എൻ്റെ പിതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്, അവിടുന്ന് ഒരിക്കലും എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പപ്പായുടെ സ്നേഹത്തിന്റെ ചുംബനം കൊടുക്കുമ്പോൾ ആ കൊച്ചും അങ്ങോട്ട് തിരിച്ച് ചുംബനം കൊടുക്കുകയാണ്. നീ എൻ്റെ പ്രിയ പുത്രനാണെന്ന് പിതാവ് ഈശോയോട് പറയുമ്പോൾ ഈശോ പിതാവിൻ്റെ മുമ്പിൽ ആ ഒരു വാത്സല്യം അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു അനുഭവം. അങ്ങനെ ഈ അപ്പായുടെ സ്നേഹം അനുഭവിക്കുന്ന കുഞ്ഞ് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടതായ ആ ഒരു ആത്മീയ പാഠം മുഴുവനും നമുക്കിവിടെ ഒരു മാനുഷിക രംഗത്തില് ദൈവം നമുക്ക് നൽകിയ കുടുംബത്തിന്റെ പശ്ചാത്തലത്തില് അപ്പൻ മക്കള് ബന്ധത്തിന്റെ വശത്ത് നമുക്ക് നിരീക്ഷിക്കാനായിട്ട് സാധിക്കുകയാണ്. ഈ ഒരു വീഡിയോ നമ്മളിങ്ങനെ കാണുമ്പോൾ യഥാർത്ഥത്തില് കൊച്ചുനാളില് ഈ ഒരു പപ്പായ്ക്ക് ആ മോളുമായിട്ട് എന്തോരം അടുപ്പമുണ്ട്, ആ മോക്ക് പപ്പായിട്ട് എന്തൊരു അടുപ്പമുണ്ട്. അതൊരു മനോഹരമായ ദൈവിക അനുഭവമാണ്. പിതാവായ ദൈവം നമ്മളെ എങ്ങനെ സ്നേഹിക്കുന്നു, നമ്മളെ എവിടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈശോ പറഞ്ഞ ഉപമ ധൂർത്തപുത്രന്റെ ഉപമ. ആ ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ അപ്പൻ ചെയ്യുന്നതായിട്ട് ഈശോ പറഞ്ഞ് നമ്മൾ ലൂക്കാ 15 വായിക്കുന്നുണ്ട്. അകലെ വെച്ച് തന്നെ അവനെ കണ്ടു, ഓടിച്ചെന്ന് വാരി പുണർന്ന് ചുംബനം കൊണ്ട് പൊതിയുകയാണ്, കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയാണ്. അത് അപ്പന് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇത് ഈശോ പറയുന്ന ഉപമയാണ്. സ്വർഗസ്ഥനായ ദൈവം, ഈ ദൈവം എന്ന് പറയുന്നത് സ്വർഗസ്ഥനായ പിതാവാണ്. പിതാവ് നമുക്ക് വേണ്ടി എങ്ങനെയാണ് കാത്തിരിക്കുന്നത്, പാപം ചെയ്താകുന്ന പോകുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടിയിട്ടും. ആ അപ്പന്റെ ചങ്കത്തോട് ചെന്ന് വീഴാൻ കയറാൻ, ആ അപ്പന്റെ വീട്ടിൽ ചെന്ന് കയറി അവകാശത്തിന് വ്യാപരിക്കാൻ നമ്മള് മക്കളാണെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് സാക്ഷ്യപ്പെടുത്തുന്നു. ഈശോയോടൊപ്പം, ഈശോയുടെ ആദിജാതൻ ഈശോയ്ക്കൊപ്പം നമ്മൾ അവകാശികളാണ് എന്നൊക്കെ പറയുന്ന റോമ 8-ാം അധ്യായത്തിലെ 14-15 വാക്യങ്ങൾ. ഈ ദൈവത്തെ അബ്ബ എന്ന് വിളിക്കാൻ ആ പിതാവ് നമ്മളെ നിരന്തരം സഹായിക്കുന്നത് ഭയത്തിന്റെ അടിമത്തത്തിന്റെ ഒന്നും അരൂപിയല്ല. ഈ കണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ ചേർത്ത് വെച്ചേ. അപ്പൊ ഈ കുഞ്ഞ് അപ്പായ്ക്ക് വേണ്ടി ദാഹിച്ച് കാത്തിരിക്കുന്നത് പോലെ തമ്പുരാനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ആവുക എന്നുള്ളതാണ് സഭയിലെ നമ്മുടെ അംഗത്വത്തിന്റെയും സാന്നിധ്യത്തിന്റെയും സഭയുടെ ശുശ്രൂഷയുടെ എല്ലാം ഉന്നം. ഈ ഒരു കാഴ്ചപ്പാട് നമ്മൾ എടുക്കണം. ഇതാണ് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ലക്ഷ്യം. സ്വർഗീയ ഭവനത്തിലേക്ക്, പിതാവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ ചെല്ലുക. അവിടെ നമ്മുടെ ജീവിതം പൂർണ്ണമാവുകയുള്ളൂ. നമ്മൾ കണ്ടല്ലോ, ആ പിതാവിന്റെ വീട്ടിൽ നഷ്ടപ്പെട്ടു പോയ മക്കളാ നമ്മള്. 3 8 വാക്യങ്ങളില് ആ നഷ്ടപ്പെട്ടതിന്റെ നമ്പർ നമ്മൾ കാണുന്നുണ്ട്. തിരിച്ചങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാൻ, പിതാവിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുചെല്ലാൻ, വഴി ഒരുക്കാൻ, തിന്മയെ തകർക്കാൻ വന്ന ഈശോ. ഇതെല്ലാം വീണ്ടും വീണ്ടും നമ്മൾ ചിന്തിച്ചും ഓർത്തും ധ്യാനിച്ചും എല്ലാം അതിന്റെ കരുത്തെടുക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ ലക്ഷ്യം. ആ പിതാവിന് ചോദിച്ച മക്കളായിട്ട് തീരുക. മത്തായി 5:43 വാക്യങ്ങള്, ശത്രുവിനെ സ്നേഹിക്കുക, പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അപ്പോൾ നിങ്ങൾ സ്വർഗസ്വനായ പിതാവിന്റെ മക്കളായിട്ട് തീരും. അല്ലെങ്കിൽ നിങ്ങൾ നരകസ്വനായ പിതാവിന്റെ മക്കളാ എന്നതിന് സൂചന കിടക്കുന്നൊക്കെ ഓർമ്മിക്കുമല്ലോ. അപ്പൊ ഈ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് നമ്മുടെ സഭാ ജീവിതം വഴി ഓരോ ദിവസവും വളർന്ന് കയറി വരണം. അതിനു വേണ്ടിയിട്ട് സഭ ഒരു മിനിമം തമ്പുരാന്റെ തിരഹിതം അനുസരിച്ച് വെച്ചിരിക്കുന്നതാണ് ഒരു കടവുള്ള ദിവസം ഞായറാഴ്ച. അതിന്റെ ദൈവഹിതം വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്നതാണ് 3-ാം പ്രമാണം. 10 പ്രമാണത്തിൽ 3-ാം പ്രമാണം. കർത്താവിന്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം. സാബത്ത് അന്ന് വേറൊരു പണിക്കും പോകരുത്, വിശുദ്ധമായിട്ട് ആയിരിക്കണം. അത്രയും പറഞ്ഞ് നിർത്തിയിരിക്കുക അവിടെ. അതിന് ബാക്കി ഇതാണ്.
ഈ അനുഭവത്തിൽ അതാണ് യോഹന്നാനെ പറ്റി പറഞ്ഞത്, ഞങ്ങൾ ആത്മാവിൽ ലയിച്ചിരിക്കുകയായിരുന്നു കർത്താവിന്റെ ദിവസത്തിന്. അതിന്റെ മുന്നനുഭവം അദ്ദേഹത്തിന്റെ ഉള്ളത് നമ്മൾ കണ്ടു. ഈശോയുടെ വശത്ത് ചാഞ്ഞായിരിക്കുന്നു. അങ്ങനത്തെ ഒരു അനുഭവത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. ഈ ഒരു ബോധ്യം വരുമ്പോഴാണ് ഒരു ഞായറാഴ്ച ദിവസം നമ്മൾ എങ്ങനെയാണ് സമയം ചെലവഴിക്കേണ്ടത്. നമുക്കറിയാം, ഇതുപോലെ ഒരു കുഞ്ഞ് അപ്പായോടുള്ള അതുപോലെ അടുത്ത ബന്ധത്തിലായിരിക്കുന്ന കൊച്ചു പ്രായത്തിൽ അങ്ങനെ ഒന്ന് ഓർത്ത് നോക്കിക്കുക. ഈ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ഇപ്പം 2 വയസ്സുണ്ടാവും കുഞ്ഞിന്, 3 വയസ്സുള്ളപ്പോഴും 5 വയസ്സുള്ളപ്പോഴും 8 വയസ്സുള്ളപ്പോഴും 12 വയസ്സുള്ളപ്പോഴും എല്ലാം ഈ ബന്ധത്തിൽ ആഴപ്പെട്ട് വരുന്ന രംഗം എന്ന് ഓർത്ത് നോക്കിക്കേ. അവക്ക് അവളുടെ അപ്പായുടെ മക്കൾ അതേ സ്വാതന്ത്ര്യം, അതേ തുറവി, അതേ അടുപ്പം, അപ്പായക്ക് അതുപോലെ വിശ്വാസം, ബോധ്യം. അപ്പായ മക്കളത് ഏത് കാര്യം പറയാനും, ഒരുപക്ഷെ ഇതുപോലെ ചങ്കത്ത് ചേർന്ന് കമന്ന് കിടക്കാനും 10, 15, 20 വയസ്സാകാൻ പറ്റുന്നില്ലായിരിക്കാം. എങ്കിൽ പോലും മറ്റ് അസ്വസ്ഥതയോ അകൽച്ചയോ ഒന്നുമില്ലാതെ ഒരു ഫ്രീഡം എടുത്ത് അപ്പായുടെ മക്കൾ എന്തും പറയാൻ അങ്ങനെ സാധിക്കുന്ന ബന്ധത്തിൽ, ആ ഒരു ബന്ധത്തിന്റെ തുറവിയിലും അടുപ്പത്തിലും ഒരു മകള് വളർന്നു വന്ന് 20 വയസ്സ്, 25 വയസ്സ്, 30 വയസ്സ്, 50 വയസ്സൊക്കെ ആകുമ്പോഴും അപ്പാട് ഉള്ളി ചേർന്നങ്ങനെ ജീവിച്ച് വളർന്നു വരാൻ സാധിക്കുകയാണെങ്കിൽ എത്രയോ വലിയൊരു സ്വർഗീയ അനുഭവമാണ്. സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ വളർന്നു വരുമ്പോൾ 2 വയസ്സ്, ഇപ്പം 3 വയസ്സ്, ഇപ്പൊ ഇത്ര ദിവസം കാണാതിരുന്നിട്ട് പപ്പ വളർന്നു വന്നപ്പോൾ കൊച്ചിന് വലിയ സന്തോഷം. പക്ഷെ മുന്നോട്ട് വരുമ്പോൾ നമുക്കൊക്കെ സംഭവിക്കുന്ന കാര്യം, ഇവിടെ സ്വർഗീയ പിതാവിന്റെ പിതൃ സ്നേഹമാണ് ഈ പപ്പാ വഴി കുഞ്ഞിന് കിട്ടുന്നത്. അത് ആ കുഞ്ഞിന് ആവശ്യമാണ്. അത് ദൈവം ക്രമീകരിച്ചിരിക്കുന്നത് അങ്ങനെ, പപ്പായും അമ്മയും വഴി ദൈവത്തെ സ്നേഹാനും പകർന്ന് ലഭിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. ഇതൊരു കുഞ്ഞിന് ആവശ്യമാണ്. സംഭവിക്കുന്നത് എന്താണ്? ഈ സ്വർഗീയ പിതാവിന്റെ വിശുദ്ധമായ സ്നേഹം, നന്മ നിറഞ്ഞ സ്നേഹം, എപ്പോഴും മനസ്സിലാക്കുന്ന സ്നേഹം, ചേർത്ത് പിടിക്കുന്ന സ്നേഹം ഈ പപ്പ ഇപ്പൊ ഇവിടെ കൊടുക്കുന്നു. അതുപോലെ കൊടുക്കുന്നതിൽ നമ്മുടെ ബലഹീനത കൊണ്ട് പലപ്പോഴും നമുക്ക് പറ്റാതെ വരുന്നു. ലൂക്കാ 11 പറഞ്ഞില്ല, ദോഷികളായ നിങ്ങൾ മക്കൾക്ക് നല്ലത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, അറിഞ്ഞിരിക്കുന്നു, പക്ഷെ പലപ്പോഴും നമുക്ക് സാധിക്കില്ല. നമ്മൾ ദോഷികളാണ്. നമ്മൾ മടുത്തിരിക്കുന്നു, അല്ല അധ്വാനഭാരം കൊണ്ട് വലഞ്ഞു വരുന്നു, കടബാധ്യത അങ്ങനെ കയറുന്നു, ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു കയറുന്നു, മറ്റുള്ള എതിർപ്പുകളുടെ പ്രശ്നങ്ങൾ വരുന്നു, ഒരു ഭാര്യ ഭർത്താവ് തമ്മിലുള്ള പ്രശ്നങ്ങൾ, ചർച്ചക്കുറവ് വരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പൈശാചിക ആക്രമണങ്ങൾ തിരുമോട് വന്ന് കയറുമ്പോഴേക്കും ദൈവത്തിന്റെ സാമീപ്യത്തിന്റെ സ്നേഹത്തിന്റെ ആ ഒരു നിറവും തിളക്കവും സന്തോഷവും ഒക്കെ ഈ പപ്പായുടെ ഉള്ളിൽ കെട്ടുപോകുമ്പോൾ, കുറഞ്ഞു പോകുമ്പോൾ കുഞ്ഞിന് ഓടി വരുമ്പോൾ കുഞ്ഞിനെ കൊടുക്കാൻ പറ്റുന്നില്ല. ഓടി അവിടെ അങ്ങനെ പോകും, എന്നാ വെച്ചോണ്ടിരിക്കുക, ഒച്ച ഉണ്ടാക്കാതിരിക്കുക, ഏറ്റുപോ എന്നൊക്കെയുള്ള പെരുമാറ്റങ്ങൾ വരുമ്പോൾ ഈ പറഞ്ഞ പെരുമാറ്റങ്ങളൊന്നും അപപിതാവിന്റെ അല്ല. ഇത് ചൂടാവുക, അരിശപ്പെടുക, നമ്മൾ മുന്നോട്ട് വരുമ്പം പരസ്പര ബന്ധത്തിന്റെ തലങ്ങളിലേക്ക് 5-ാം പ്രമാണമാക്കി കണ്ടുവരുമ്പോൾ നമുക്ക് അതേപ്പറ്റി ആഴപ്പെട്ട് കാണാം. അപ്പൊ ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ ഒരിക്കലും പരിശുദ്ധാത്മാവിന്റെ അല്ല. ആശ്ചര്യപ്പെടണ്ട, അത് പരിശുദ്ധാത്മാവിന്റെ അല്ല. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എത്രാമത്തേത്? അരിശപ്പെടുക. ഓർത്ത് നോക്കിക്ക്, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ക്ഷമയാണ്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എത്രാമത്തേത്? ഒച്ച വെക്കുക, ഇറങ്ങിപ്പോകാൻ പറയുക. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളുള്ളത് സൗമ്യതയാണ്, ആത്മസംയമനമാണ്, കണ്ടോ, സമാധാനമാണ്. അപ്പൊ പറയാമോ, മടുത്തും സഖി കെട്ടിരിക്കുമ്പോഴായിക്കോട്ടെ പടി മതി, ഇറങ്ങിപ്പോടി. സഖി കെട്ടിരിക്കുക എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എത്രാമത്തേതാ? അവിടെയുള്ളത് സൗമ്യത, ആത്മസംയമനം, ആനന്ദം, സമാധാനം. ഇങ്ങനെയൊക്കെ എപ്പോഴും ആയിരിക്കാൻ പറ്റുമോ അച്ഛാ എന്ന് ചോദിച്ചാല്, അച്ഛന് പറ്റാറുണ്ടെന്ന് ചോദിച്ചാല് ശരിയാ, എനിക്ക് പലപ്പോഴും പറ്റാറില്ല എന്ന് ഞാൻ തുറന്നു പറയുകയാണ്. സംശയമൊന്നും വേണ്ട, നമുക്കത്ര എളുപ്പമൊന്നുമല്ല. ഇത് നമ്മുടെ ലക്ഷ്യമാണ്. ഇങ്ങോട്ട് നമുക്ക് എത്താൻ പറ്റണം. 2ാം ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന അസിസി പുണ്യവാനെ കുറിച്ച് ജീവിതത്തിൽ പറയുന്നത്, അദ്ദേഹത്തെ സഖി കെടുത്തുവാനായിട്ട് ആരെ കൊണ്ട് സാധിക്കുമായിരുന്നില്ല എന്നാണ്. അദ്ദേഹത്തിന്റെ സന്തോഷം കെടുത്തിക്കളയാനായിട്ട് ആരെ കൊണ്ട് പറ്റുമായിരുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ വായിച്ചത് ഓർമ്മിക്കുകയാണ്. ലിയോ കപ്പിച്ചിൻ അച്ഛൻ എഴുതിയ അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് എന്നുള്ള ഈ പുസ്തകം, പക്ഷേ അസീസി പുണ്യനെ കുറിച്ചുള്ള മലയാളത്തിലുള്ള ഏറ്റവും ബൃഹത്തായ വിശദമായ പുസ്തകം തന്നെയാണ്. അവിടെ ഈ പുസ്തകത്തിലെ 35-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, ഫ്രാൻസിസ് പുണ്യവാനെയും ആദ്യ ശിഷ്യരെയും വിഷമിപ്പിക്കുവാൻ ആർക്കും സാധ്യമായിരുന്നില്ല. കാരണം അവർ കഷ്ടതകൾ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. കഷ്ടതകളും ബുദ്ധിമുട്ടും അന്വേഷിച്ച് നടക്കുകയായിരുന്നു. നമുക്കിത് എളുപ്പത്തിലൊന്നും മനസ്സിലാക്കാൻ പറ്റുകയെന്നുള്ളത് അംഗീകരിക്കാൻ നമുക്ക്. പക്ഷേ അതേസമയം ഇങ്ങനെ ജീവിച്ച വ്യക്തികളുണ്ട് എന്നുള്ളതും നമ്മൾ തിരിച്ചറിയണം. അതിന് ഒന്നാമത്തെ മോഡൽ നമുക്ക് ഈശോ തന്നെയാണ്.
ഈശോ കുരിശിൽ കിടക്കുമ്പോൾ പോലും ആരോടും ചൂടായില്ല എന്നുള്ളത് നമ്മൾ നിരീക്ഷിക്കുന്ന കാര്യമാണ്. കുരിശിൽ കിടക്കുമ്പോൾ പോലും ആരോടും ഈശോ ചൂടാകുന്നില്ല. ഈശോയെ ചീത്ത പിടിക്കുന്നവര്, വെല്ലുവിളിക്കുന്നവര്, പരിഹസിക്കുന്നവരുടെ മുമ്പിൽ ഈശോ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുക, ശപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അപ്പോൾ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായിട്ട് തീരും എന്ന് മത്തായി 5:43-44 നമ്മൾ വായിക്കുമ്പോൾ, ആ സ്വർഗസ്ഥനായ പിതാവിന്റെ ആദ്യത്തെ മകൻ, ആദിജാതനാണ്, പ്രിയപുത്രനാണ് ഈശോ. ഈശോയ്ക്ക് സാധിച്ചു, അത് ഈശോയ്ക്ക് സാധിച്ചു. അത് സാധിക്കുന്ന അവസ്ഥയിൽ പിന്നീട് പല വിശുദ്ധരുമായി വന്നിട്ടുണ്ട്, കടന്നു വന്നിട്ടുണ്ട്. മോശ വലിയ ക്ഷിപ്രകോപിയായിരുന്നു. പക്ഷെ അവസാനം അതുകൊണ്ട് ഫറവോയുടെ ആദ്യ നാടുകളിൽ ഫറവോയുടെ കൊട്ടാരത്തിലായിരിക്കുമ്പോൾ ഒരു ഈജിപ്തുകാരൻ ഒരു ഇസ്രായേൽക്കാരനെ ഇങ്ങനെ മർദ്ദിക്കുന്ന കണ്ടപ്പോൾ കോപം ജ്വലിച്ചിട്ട് ആ ഈജിപ്തുകാരനെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടിയാണ് മോശ. നമുക്ക് അതുപോലെ ക്ഷിപ്രകോപിയായിരുന്നു. പക്ഷെ അവസാനം മോശ ദൈവത്തിൽ ഇടപെട്ട് ദൈവ തേജസ്സിലും നിറഞ്ഞു വന്നു കഴിഞ്ഞ് മോശയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരും വെച്ച് ഏറ്റവും സൗമ്യനായിരുന്നു എന്ന് മോശയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ മോശ അതുപോലെ രൂപാന്തരപ്പെട്ട് വന്നു. ജോൺ മരി വിയാനിച്ചന് വലിയ സൗമ്യതയുടെയും സ്നേഹത്തിന്റെയും നന്മയുടെയും ക്ഷമയുടെയും ഒരു മൂർത്തി ഭാവമായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹം പെട്ടെന്ന് ക്ഷിപ്രകോപിയായിരുന്നു. ചെറുപ്പത്തിലൊക്കെ അദ്ദേഹം പെട്ടെന്ന് അരിശപ്പെടുകയും പെട്ടെന്ന് പിണങ്ങി മാറുന്നവരെ മാറുകയും നിർബന്ധം എടുക്കുകയൊക്കെ ചെയ്തിരുന്ന യുവാവായിരുന്നു. പക്ഷെ പിന്നീട് വന്നപ്പോൾ അദ്ദേഹം അത് പടിപടിയായിട്ട് മാറ്റി എടുത്തു. അദ്ദേഹം വൈദികനായിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരവസരത്തിന് സാക്ഷികൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരനുഭവം, അദ്ദേഹം അച്ഛനെ കഴിഞ്ഞതിന് ശേഷം, അച്ഛനെ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് അവസരമായിരിക്കുമ്പോൾ ഒരിക്കലും അദ്ദേഹം പള്ളിയിൽ നിന്നും തന്റെ തിരക്ക്, കുമ്പസാരത്തിന്റെ തിരക്ക് എല്ലാം കഴിഞ്ഞ് പള്ളിമുറിയിലേക്ക് വരുമ്പോൾ ഒരിടവാംഗം കയറി വന്നിട്ട് പള്ളിമുറിയുടെ വാതിൽക്ക് വെച്ച് അച്ഛനോട് കുറെ പരുഷമായിട്ട് സംസാരിച്ചു. അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്തോ കാര്യത്തെപ്പറ്റി ഇങ്ങനെ വഴക്ക് പറഞ്ഞ് സംസാരിച്ചു. അച്ഛൻ ആ സഹോദരനോട് ശാന്തമായിട്ട് ഇങ്ങനെ മറുപടി പറയാനായിട്ട് നോക്കി, സഹോദരൻ അതങ്ങനെയല്ല, ഇതാണ് സംഭവിച്ചത്. പക്ഷേ വന്നയാൾ ഭയങ്കര കോപിച്ച് ധാർഷ്ട്യത്തോടെ ഇങ്ങനെ അച്ഛനോട് കയർത്ത് പെരുമാറി. അങ്ങനെ കയർത്ത് പെരുമാറി വന്നപ്പോൾ അച്ഛൻ പിന്നെ സംസാരിച്ച് ബോധ്യപ്പെടുന്ന നോക്കി നിർത്തിയിട്ട് ശാന്തമായിട്ട് കേട്ടുകൊണ്ടിരുന്നു. പക്ഷെ അച്ഛന് ഉള്ളിൽ ഒന്നാത്ത രോക്ഷമല്ല ക്ഷോഭം ഇങ്ങനെ അനുഭവപ്പെട്ടു. പക്ഷെ അച്ഛൻ അതിനെ ശാന്തമായിട്ട് ഇങ്ങനെ നിയന്ത്രിച്ച് ആത്മസംയമനം, പശുതാത്മാവുള്ള വ്യക്തിയിലുള്ള ഒരു ഫലമാണ് ആത്മസംയമനം. ഒരു വാക്ക് പോലും തിരിച്ചു പറയാതെ, കുത്തുവാക്ക് പറയാതെ, ഭീഷണിപ്പെടുത്താതെ, ചൂടാകാതെ, അവനെ ഇറക്കി വിടാതെ, മനുഷ്യ ഇറക്കി വിടാതെ അത് മുഴുവൻ നിന്ന് കേട്ടു. അങ്ങയുടെ ആവശ്യം മുഴുവൻ തീർന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ ശ്രദ്ധിക്കാം, പറ്റുന്നത് ചെയ്യാം, ശ്രമിക്കണം, നിങ്ങളിപ്പോൾ പൊക്കോ. അങ്ങനെ ആ മനുഷ്യനെ പറഞ്ഞു വിട്ടു. എന്നിട്ട് അച്ഛന് മുറിക്കകത്തോട്ട് കയറിയപടി കട്ടിലേക്ക് തളർന്നു വീണുവെന്ന് സാക്ഷികൾ എഴുതിയിരിക്കുകയാണ്. അത് കണ്ട ആൾക്കാർ എഴുതിയിട്ടുണ്ട്. കട്ടിലേക്ക് തളർന്നു വീണെന്ന് മാത്രമല്ല, അച്ഛൻ്റെ ശരീരം മുഴുവൻ ഇങ്ങനെ ഈ ചൊറിഞ്ഞണങ്ങ് കൊണ്ട് തൊട്ടാൽ, അല്ലെങ്കിൽ ചൊറിയുന്ന എന്തെങ്കിലും പ്രാണി തൊട്ടാൽ തടിച്ചു പൊങ്ങുന്ന പോലെ അച്ഛൻ്റെ ദേഹം മുഴുവൻ ഇങ്ങനെ തടിച്ച് ചുമന്ന് ഇങ്ങനെ പൊങ്ങുന്ന പോലത്തെ അനുഭവത്തിലേക്ക് പോയി. അതിപ്പോൾ സമയം എടുക്കേണ്ടി വന്ന അച്ഛന് തിരിച്ച് ശാന്തമായിട്ട് വരാൻ എന്ന് അതേപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്രയും വലിയ ഒരു പോരാട്ടം അച്ഛന് ഉള്ളിൽ നടത്തേണ്ടി വന്നു, തൻ്റെ കോപത്തോട് അമർഷത്തിൽ തിരിച്ച് പറയാനുള്ള ഒരു പ്രവണതയോട്. പക്ഷെ അച്ഛൻ്റെ ഭാഗത്ത് പുറമെ ഒരു മറിച്ചുള്ള അല്ലെങ്കിൽ എതിർപ്പിന്റെ, വെറുപ്പിന്റെ, അസഹിഷ്ണുത പെരുമാറ്റം വന്നില്ല. ആത്മസംയമനം, സ്വയം നിയന്ത്രിക്കുക, ആത്മം തന്നെ തൻ്റെ വികാരങ്ങളെ, അത് പശുതാത്മാവിന്റെ ഫലങ്ങളിൽ പെടുന്നതാണ്. അത് പറഞ്ഞു വരുന്നത് നമ്മളൊരു അല്പം ഒരു ആഴപ്പെട്ട ചിന്തയിലേക്ക് ഒന്ന് കടന്നു വരുന്ന നമ്മളെ കൊണ്ടുപോകുന്നതാണ് ഇവിടെ. ഞാൻ പറഞ്ഞു, നമ്മൾ വീഡിയോയിൽ കണ്ടതായ ആ ഒരു പപ്പായും മോളും എന്തോ ഒരു സ്നേഹവും അടുപ്പമാണ്. പക്ഷെ പിന്നീട് മുന്നോട്ട് വരുമ്പോൾ നമുക്കൊക്കെ ഈ ദൈവികമായ സ്നേഹവും സന്തോഷവും സമാധാനവും ഉള്ളിൽ നിറയെ ഇല്ലാത്തത് കൊണ്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അത് പകർന്നു കൊടുക്കുന്നതിൽ ഒരുപാട് നമുക്ക് വീഴ്ച വരുന്നുണ്ട്. അപ്പൊ നമ്മളിൽ നിന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് ഈ സ്നേഹവും വാത്സല്യം, ഇപ്പൊ നമ്മൾ കണ്ട വീഡിയോയിൽ കണ്ടു, ഈ പപ്പ ഇങ്ങനെ ഈ കുഞ്ഞിലേക്ക് വാത്സല്യം കൊടുക്കുന്നു, ചങ്ങത്ത് ചേർത്ത് പിടിച്ചിരിക്കുന്നു, ആ കുഞ്ഞിനെ തന്നെ ഒറ്റ വീക്ഷിക്കുന്നു, കണ്ണിലേക്ക് നോക്കിയിരിക്കുന്നു. ആ കുഞ്ഞിന് എന്തുമാത്രം സ്നേഹം ആവശ്യമുണ്ടോ, തലോടൽ ആവശ്യമുണ്ടോ, അംഗീകാരം ആവശ്യമുണ്ടോ, സാന്നിധ്യം ആവശ്യമുണ്ടോ, അത് മുഴുവൻ ആ പപ്പ ഒരു പരവിചാരവും ഇല്ലാതെ, ധൃതിയില്ലാതെ കൊടുത്ത് ആ കുഞ്ഞിലേക്ക് നിറച്ച് അതിനെ പൊക്കി നിറച്ചെടുക്കുക. നല്ല ഒരു സൗഖ്യം, നിറവ് ആ കുഞ്ഞില് വരികയാണ്. അത് ദൈവികമായൊരു നിറവാണ്, സ്വർഗീയ പിതാവിന്റെ നിറവാണ് പപ്പ, ആ മനുഷ്യൻ ആ സമയത്ത് കുഞ്ഞിലേക്ക് ചൊരിഞ്ഞു കൊടുക്കുന്നത്. അത് ഈ മനുഷ്യനും വലിയ കരുത്താണ്. കുഞ്ഞ് തിരിച്ച സ്നേഹത്തിന്റെ ഇത് കിട്ടുമ്പോൾ, ദൈവികമായ ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിന് കരുത്തുണ്ട്. വിശുദ്ധമായവ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുന്നവർ വിശുദ്ധി പ്രാപിക്കും
നമ്മൾ ഞാനും 10-ല് 6-ാമത്തെ വാക്യം, 6-10 ശ്രമിച്ചുകൊണ്ട് കേട്ടോ, നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. എന്നത് വിശുദ്ധമായ എന്ന് പറയുമ്പോൾ പള്ളിയിലെ കുർബാനയും പ്രാർത്ഥനയും മാത്രമല്ല, ഇതൊരു വിശുദ്ധമായ കർമ്മമാണ്, കാര്യമാണ് കുഞ്ഞിനെ വളർത്തിയെടുക്കുക. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഇത് തന്നെയാണ്. അവിടെ നമുക്കിത് വിശുദ്ധിയോടെ, എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തോടെ, എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ അനുഭവമാകുന്ന രീതിയിൽ അത് നമുക്ക് നിർവഹിക്കാൻ സാധിക്കുമ്പോൾ നിർവഹിക്കുന്ന വ്യക്തിക്കും അതൊരു വിശുദ്ധീകരണ അനുഭവമാണ്, കരുത്ത് ആർജിക്കുന്ന അനുഭവമാണ്. അതുകൊണ്ട് ഈ അപ്പനും ഈ മോക്കും അത് വലിയ കരുത്താണ്. ഈ രീതിയിൽ ഈ മോളെ ദൈവികമായ കൃപ കൊണ്ട് നിറച്ച് അവരുടെ വളർച്ചയുടെ എല്ലാ ഘട്ടത്തിലും വളർത്തിയെടുക്കാനായിട്ട് ഈ പപ്പായ്ക്ക് സാധിച്ചാൽ, ഈ മനുഷ്യൻ സാധിച്ചാൽ, അവിടെ അത്ഭുതകരമായ ദൈവ മക്കളുടെ ഒരു കുടുംബമായിട്ട്, സാന്നിധ്യമായിട്ട് അവരുടെ ജീവിതം മാറും. അതാണ് ദൈവത്തിൻ്റെ സ്വപ്നം അതാണ്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലുള്ള അമർഷവും വെറുപ്പും എല്ലാം കൂടെ നമ്മൾ ഈ കുഞ്ഞിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അരിശപ്പെടുന്നു, ചൂടാകുന്നു, ചീത്ത പിടിക്കും, തള്ളി മാറ്റിയിടുന്നു, അല്ല നോക്കുന്നേ ഇല്ല, ക്രൂരതയുടെ പെരുമാറുന്നു. അങ്ങനെ വരുമ്പോഴേക്കും നമ്മിൽ നിന്നും ആ കുഞ്ഞിന് ലഭിക്കുന്നത് ദൈവികമായ സ്വർഗീയമായ പരിശുദ്ധാത്മാവാകുന്ന പാനീയമല്ല, ജീവജലമല്ല, മറിച്ച് പൈശാചികമായ വിഷജലമാണ്, പൈശാചികമായ അഴുക്ക് ജലമാണ്, അഴുക്ക് ഭക്ഷണമാണ് കുഞ്ഞിനിക്ക് വെച്ച് കൊടുക്കുന്നത്. ആ അഴുക്കേറ്റ് കുഞ്ഞ് കിടന്ന് വിഷമിക്കുകയാണ്, മുഖമെല്ലാം വല്ലാണ്ടാകും, അത് കണ്ണ് നിറഞ്ഞൊഴുകും, വാടിപ്പോയി കുനിഞ്ഞിരിക്കും, തളർച്ച വരും, നിരാശ വരും, ഇറങ്ങി പോകാൻ തോന്നും. ഇങ്ങനെയൊക്കെയുള്ള ചിന്ത കൊണ്ട് അത് സാത്താൻ അവിടെ കയറി നല്ലപോലെ കളിക്കുകയാണ്. ഇങ്ങനെയുള്ള പെരുമാറ്റം കൊടുക്കുക വഴി നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന എത്രയോ കുഞ്ഞുങ്ങളെയും പങ്കാളിയും കുടുംബാംഗങ്ങളെയും നമ്മൾ ഈ സ്വർഗം ലക്ഷ്യമാക്കിയുള്ള ആ ഫോർമേഷൻ, രൂപാന്തരീകരണ പരിശീലനം, അത് കൊടുക്കുന്നതിന് പകരം നരകത്തിലേക്കുള്ള പരിശീലനം കൊടുത്ത് തകർത്ത് കളഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ തിരുത്തിയെടുത്ത് സ്വർഗം ലക്ഷ്യമാക്കി നീങ്ങുവാനുള്ള വിളി അത് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പം ഇത് നമ്മൾ ഒരു ഭാരപ്പെട്ട ചിന്തയാണ് നമുക്ക് തരുന്നത്. അപ്പം നമ്മൾ ഈ ഒരു അനുഭവം കണ്ടപ്പോൾ നമ്മൾ എങ്ങനെയാണ് എവിടെ എത്തേണ്ടെന്നുള്ളൊരു വ്യക്തത നമുക്ക് കിട്ടുന്നു സ്വർഗസ്വനായ പിതാവിന്റെ ശങ്കത്ത്. ആ പിതാവിനെ കുറിച്ച് ഇപ്പം നമ്മൾ കണ്ടതായി കുഞ്ഞിനോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുക, വേദപാഠം പഠിപ്പിക്കുമ്പോൾ ടീച്ചർ പറയുകയാണ്, മോളെ ദൈവം സ്നേഹമുള്ള പിതാവ് പപ്പായ എന്ന് പറഞ്ഞാൽ അപ്പോഴേ കുഞ്ഞിൻ്റെ കണ്ണ് തെളിയും, കുഞ്ഞിനത് കുഞ്ഞിന് തല കുരുക്കും. അങ്ങനെയാ ദൈവം അല്ലേ എന്ന് പറയുമ്പോൾ കൊച്ചിൻ്റെ മനസ്സിൽ കിടക്കുന്നത് എന്നതാ, ഈ പപ്പായുടെ സ്നേഹമാണ്, ഈ പപ്പ ചേർത്ത് പിടിക്കുന്നതാണ്. അപ്പൊ കുഞ്ഞിനെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളും അതാ അനുഭവമെങ്കിൽ ഈ ദൈവത്തെ മനസ്സിലാക്കാൻ എന്ത് എളുപ്പമായിട്ട് വരികയാണ്. പക്ഷെ അത് പലപ്പോഴും സംഭവിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഈ കുടുംബത്തില് മാത്രമല്ല, ഇടവകയിൽ ചന്ദ്രൻ പറയുകയുണ്ടായി, ഇടവക സമൂഹത്തില് ദൈവത്തിന്റെ സ്നേഹം സ്വർഗഭവനവാസത്തിന്റെ ഒരു മുൻ അനുഭവമാണ്, മുൻ ആസ്വാദനമാണ് നമുക്ക് കിട്ടേണ്ടത്. വികാരിച്ചന് അവിടെ പിതാവായിട്ടാണ് നിൽക്കുന്നത്. നമ്മളിവിടെ സഭയുടെ മതബോധന ഗ്രന്ഥത്തില് ഞായറാഴ്ച കുർബാന അണയുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഈ കാര്യം എടുത്ത് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2179 ഖണ്ഡികയിൽ ഒരു പ്രാദേശിക സഭയ്ക്കുള്ളിൽ സ്ഥിരമായ ഒരു അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ട ക്രൈസ്തവ വിശ്വാസികളുടെ സുനിശ്ചിതമായ സമൂഹമാണ് ഒരു ഇടവക. ഇടവകയുടെ അജപാലനപരമായ പരിചരണം ഒരു അജപാലകന് അതിൻ്റെ സ്വന്തം ഇടയൻ എന്ന നിലയിൽ രൂപതയുടെ മെത്രാനുള്ള അധികാരത്തിന് കീഴിൽ ഫലമേൽപ്പിക്കപ്പെടുന്നു. അപ്പൊ എല്ലാ വിശ്വാസികൾക്കും ഞായറാഴ്ച കുർബാനയുടെ ആഘോഷത്തിൽ സമ്മേളിക്കാവുന്ന സ്ഥാനമാണത്. ഇടവക ആരാധനാ ജീവിതത്തിന്റെ സാധാരണ പ്രകാശത്തിലേക്ക് ക്രൈസ്തവ ജനതയെ ഔപചാരികമായി പ്രവേശിപ്പിക്കുന്നു. അത് ഈ ആഘോഷത്തിൽ അവരെ ഒന്നിച്ചു കൂട്ടുന്നു. അത് ക്രിസ്തുവിന്റെ രക്ഷാകര പ്രബോധനം പഠിപ്പിക്കുന്നു. സൽപ്രവൃത്തികളിലും സഹോദര സ്നേഹത്തിലും കർത്താവിന്റെ സ്നേഹം അഭ്യസിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇടവകയിൽ നടക്കുന്നുണ്ട്, നടക്കേണ്ടതാണ് എന്ന് ഇവിടെ സഭ പറയുന്നു. ഈ 3-ാം പ്രമാണത്തിൻ്റെ വ്യാഖ്യാനം പറയുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ കണ്ട കാര്യം തന്നെയാണ്. ഒരു ഇടവക പള്ളിയിൽ ഞായറാഴ്ച ഇടവക്കാർ ഒരുമിച്ച് കൂടി വികാരിച്ചതോടൊപ്പം അവരുടെ അച്ഛൻ പിതാവിനോടൊപ്പം ബലിയർപ്പിച്ചും പ്രാർത്ഥിച്ചും സ്നേഹം അനുഭവിച്ചും ദൈവത്തിന്റെ വചസ്സുകൾ കേട്ടും അങ്ങനെ കൂട്ടായ്മന്റെ പരസ്പരം എന്താ ആഴപ്പെടും. അങ്ങനെ ഉള്ള ഒരു പരിശീലനത്തിൽ വളർന്നു വരുമ്പോൾ അതാണ് സ്വർഗം ലക്ഷ്യമാക്കിയുള്ള പരിശീലനം ആ ഇടവക്കാർ കിട്ടുകയാണ്. ഞാൻ ഇന്നലെ പറയുകയുണ്ടായി, പലപ്പോഴും ഞങ്ങളുടെ അച്ഛന്മാർക്ക് അത് ഈ ഒരു ക്വാളിറ്റിയിൽ കൊടുക്കാനായിട്ട് സാധിക്കാറില്ല. പലപ്പോഴും പല വിഷയത്തിന്റെ പേരിലും അച്ഛന്മാർ ടെൻഷൻ പിടിച്ചും ആദ്യം പിടിച്ചും വ്യഗ്രതപ്പെട്ടും ചില ആൾക്കാരെ കുറിച്ച് വിഷമമെടുത്തും അകർച്ചയെടുത്തും ഒക്കെയുള്ള വചന പങ്കുവെക്കലുകളും പരാമർശനങ്ങളും പെരുമാറ്റങ്ങളും നടപടികളും തീരുമാനങ്ങളും ഒക്കെ ആയിട്ട് പോകുമ്പോഴേക്കും ഈ ഒരു അനുഭവം ഇടവക കുടുംബത്തിന് കിട്ടുന്നില്ല.
ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞൊരു കുടുംബത്തിലെ അനുഭവത്തിൽ എന്ത് കിട്ടണം? സ്വർഗീയ പിതാവിൻ്റെ പക്കല് നമുക്ക് കിട്ടാൻ അവകാശമുള്ള കിട്ടേണ്ടതായ അനുഭവമാണ് ഒരു കുടുംബത്തിന് പപ്പായുടെ കയ്യിൽ നിന്നും അമ്മയുടെ കയ്യിൽ നിന്നും കുഞ്ഞുങ്ങൾ കിട്ടേണ്ടത്. അതിൻ്റെ തന്നെ അടുത്തൊരു ഘട്ടമാണ് ഇടവക സമൂഹത്തിൽ ഒരു വികാരിച്ചനോടൊപ്പം നിൽക്കുന്ന ഇടവക സമൂഹത്തിന് കിട്ടേണ്ടത്. അതിൻ്റെ അടുത്ത തലമാണ് രൂപതയിൽ അഭിയുന്ന പിതാവിനോടൊപ്പം നിൽക്കുന്ന വൈദിക സമൂഹവും സന്യാസ സമൂഹവും ആ രൂപത മുഴുവൻ കിട്ടേണ്ടത്. അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ ആഴപ്പെടുന്നതിന് ദൈവം നമുക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മാറ്റിവെച്ച് തന്നിരിക്കുന്ന ദിവസമാണ് സാബത്ത് ദിവസം, ഞായറാഴ്ച ദിവസം. ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് എടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞില്ല, എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിഞ്ഞെങ്കിൽ എങ്ങനെയാണ് പോകേണ്ടത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പൊ സ്വർഗം ലക്ഷ്യമാക്കി എന്ന് പറയുമ്പോൾ എന്താ? സ്വർഗത്തിൽ എത്തുമോ ഇല്ലയോ? അതല്ല. ആ സ്വർഗം എന്ന് പറയുന്നത് എന്താ? ഈ പിതാവിന്റെ വീട്ടിലേക്കുള്ള യാത്രയാണ്. യോഹന്നാൻ 13:1 പറയുന്നുണ്ട്, ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിക്ക് പോകാനുള്ള സമയമായി പെസഹാ തിരുനാളിന് മുമ്പേ ഈശോ അറിഞ്ഞു. ഈ ലോകത്തിലേക്ക് സ്വന്തം മണ്ഡലം അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അപ്പം മരിക്കുക എന്ന് വെച്ചാൽ സ്വർഗത്തിലേക്ക് പോകുന്ന പിതാവിന്റെ പക്കലേക്കുള്ള യാത്രയാണ്. അതാണ് ഈശോ പഠിപ്പിച്ചിരുന്നത്. അപ്പൊ ആ നിമിഷത്തിന് വേണ്ടി, സ്വർഗത്തിന്റെ ഭവനത്തിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കാൻ, ആ ദൈവവുമായുള്ള ബന്ധത്തിൽ ആഴപ്പെടാൻ, അതിനുള്ള പ്രായോഗികമായ പരിശീലനത്തിന്റെ മനോഹരമായ ദിവസമായിട്ട് നമുക്ക് ഈ സാബത്ത് ദിവസം മാറണം. അതിനു വേണ്ടിയിട്ടാണ് ഈ വിശ്രമം നമുക്ക് വരേണ്ടത്. അപ്പൊ ഞായറാഴ്ചത്തെ വിശ്രമം എന്ന് പറയുന്നതും വിശുദ്ധീകരണം 2 കാര്യമാണ് അവിടെ ഉള്ളത് എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഈ 2 കാര്യങ്ങൾ വ്യത്യസ്തമായ 2 കാര്യങ്ങളല്ല, മറിച്ച് ഒരു നാണയത്തിന് 2 വശം പോലെ തന്നെയാണ്. ഈ മറ്റു ജോലികളിൽ നിന്ന് നമ്മളെ തന്നെ വിടുവിച്ച് എന്നിട്ട് എന്ത് ചെയ്യാൻ പോവുക? ഈ ആബായുടെ സ്നേഹം അനുഭവിക്കാൻ, ഈ സ്വർഗീയ കൂട്ടായ്മയിലേക്ക് വരാൻ. ദൈവം തന്നെ വെളിപ്പെടുത്തിയത്, ഈശോ വെളിപ്പെടുത്തിയത് ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ, കുടുംബത്തിന്റെ ഒരു രൂപത്തിലാണ്. പിതാവ്, പുത്രൻ, നമ്മുടെ മക്കള്, അങ്ങനത്തെ ഒരു ബന്ധമാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്നലെ പറയുകയുണ്ടായി 3-ാം പ്രമാണത്തെക്കുറിച്ച്. പുറപ്പാട് പുസ്തകത്തില് 31-ാമത്തെ അധ്യായത്തില് നമ്മൾ വായിക്കുമ്പോൾ ഈ പ്രമാണം ദൈവം തരുന്നത് 1 വാക്യങ്ങളില് ഇതൊരു പരസ്പര ഉടമ്പടിയുടെ ബന്ധത്തിന്റെ അടയാളമായിട്ടാണ് പറയുന്നുണ്ട്. നമ്മൾ വായിച്ച് ഓർമ്മിക്കുന്നുണ്ടല്ലോ. 16-ാം വാക്യം 31-ാമത്തെ അധ്യായത്തില് ഇസ്രായേൽ ജനം ശാശ്വതമായ ഒരു ഉടമ്പടിയായി തലമുറ തോറും സാബത്ത് ആചരിക്കണം. ഉടമ്പടിയായി. ഇത് എനിക്കും ഇസ്രായേൽ ജനത്തിനും മധ്യ ശാശ്വതമായ ഒരു അടയാളമാണ്, ഒരു ഉടമ്പടിയുടെ അടയാളം. ഉടമ്പടി എന്നതാണ് ബന്ധം. എന്താണ് ബന്ധത്തിന്റെ വാക്കുകൾ? എന്താണ്? നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും, ഞാൻ നിങ്ങളുടെ പിതാവായിരിക്കും, നിങ്ങൾ എൻ്റെ മക്കളായിരിക്കും. അങ്ങനെ നിങ്ങൾ കയറി വരണം. ആ അനുഭവത്തിലേക്ക് നിങ്ങൾ ആഴപ്പെട്ടു വരാൻ ഉള്ള അവസരമാണ് ഈ ആഴ്ച ഒരു ദിവസം ഇങ്ങനെ മാറി നിൽക്കണം എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ ഒരു സെഷനിലും നമ്മൾ കാണുന്നത് അടിസ്ഥാനപരമായ ഒരു കാഴ്ചപ്പാടാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നലെ പറഞ്ഞതായ ആ ഒരു നമ്മൾ വിശദീകരിച്ചായ ആശുപത്രി കിടക്കുന്ന 2 വയസ്സുകാരി കുഞ്ഞിനെ, നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ പിന്നെ 10 വയസ്സിലപ്പോൾ കണ്ടു കെട്ടി ആശുപത്രി ഡോക്ടർമാരതിനെ അപ്പാടെ വീട്ടിലേക്ക് വിടാനായിട്ട് ഇങ്ങനെ ഒരുക്കി കൊണ്ടുവരുന്നു. ആ പറഞ്ഞ ഉദാഹരണത്തിലും ആശുപത്രിവാസം എന്നാ തീരുക നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ അപ്പാടെ പക്കലിപ്പിച്ച് നമ്മൾ വീഡിയോ കണ്ട കൊച്ചു അപ്പാടെ പക്കലേക്ക് ഓടി ചെല്ലുന്ന പോലെ ഈ ഭൂമിയിൽ ആയിരിക്കും നമുക്ക് സ്വർഗം ലക്ഷ്യമാക്കിക്കൊണ്ട് അപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തെ സമീപിക്കാൻ, സ്വീകരിക്കാൻ സാധിക്കുന്ന എപ്പോഴാണോ അപ്പോഴാണ് നമുക്ക് ഈ ഭൂമിയിലെ വാസം കഴിഞ്ഞ് അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കുക. ഇത് ദൈവമായുള്ള ബന്ധത്തിന്റെ വിഷയമാണ്. ബന്ധം നഷ്ടപ്പെട്ടു പോയി ആ ബന്ധം തിരിച്ചു കയറി വരിക, ആ ബന്ധത്തിന്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ കാണുന്നത് പുറപ്പാട് 31 ഇത് ദൈവവുമായുള്ള ഉടമ്പടിയുടെ ബന്ധത്തിന്റെ, നിങ്ങൾ എൻ്റെ ജനം ആയിട്ട് മാറുന്നതിൻ്റെ, നിങ്ങളുടെ ദൈവമായി ഞാൻ ആയിരിക്കുന്നതിൻ്റെ, ഞാൻ പിതാവിന് മക്കളുമായിരിക്കുന്നതിൻ്റെ അടയാളമാണ് സാബത്ത്. അപ്പൊ നമ്മൾ സ്നേഹമുള്ള സഹോദരങ്ങൾ, നമുക്ക് കുറച്ച് പ്രായോഗികമായിട്ട് കുറച്ച് കാര്യങ്ങൾ കാണാനായിട്ടുണ്ട്. 1 സെഷനിലേക്ക് അതിലേക്ക് വരാം. ഈ 2-3 സെഷൻ നമ്മളിപ്പോൾ കണ്ടത് ഈ സാബത്തിന്റെ ചൈതന്യം, അല്ലെങ്കിൽ 3-ാം പ്രമാണത്തിന്റെ ചൈതന്യം മനസ്സിലാക്കാനായിട്ടാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ സൂചിപ്പിച്ചല്ലോ, സാധാരണ നമ്മൾ 3-ാം പ്രമാണം ചിന്തിക്കുമ്പോൾ ഞായറാഴ്ച കടം വന്നോ, മുഴുവൻ കുർബാനയെ സംബന്ധിച്ചോ, അവരൊക്കെപ്പെട്ട ജോലി വല്ലതും ചെയ്തോ, ഇത്രയും കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ 3-ാം പ്രമാണം ഒരു പ്രശ്നമില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നു. അങ്ങനെയല്ല, അത്രമാത്രം നോക്കിയാൽ പോരാ. അതായത് അതിന് വേലി കെട്ടിവെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ആ വേലിക്കകത്ത് സംഭവിക്കേണ്ട കാര്യം എന്താണ്? നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞതായ ഈ മക്കള് ബന്ധത്തിൽ ആഴപ്പെടണം. ആ ഓരോ ഞായറാഴ്ചയും കടന്ന് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഈ സ്വർഗീയ പിതാവിന് ചേർന്ന മോനായി ഞാൻ മാറി വരണം.
ഈ നമ്മൾ വീഡിയോ കണ്ട കൊച്ചപ്പായ്ക്ക് വേണ്ടി നോക്കിയിരിക്കുന്നു. അതുപോലത്തെ ഒരു നോട്ടം നമുക്ക് ഈശോയുടെ നേർക്ക്. ഈശോ പറഞ്ഞില്ല, എന്നെ കാണുന്ന പിതാവിനെ കാണുന്നു. പിതാവിനെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്ന ആളാണ് ഈശോ. ഈശോയിലേക്ക് നമ്മൾ ഉള്ളു ചേർക്കുമ്പോൾ നമ്മൾ പിതാവിലേക്കാണ് ഉള്ളു ചേർക്കുന്നത്. അങ്ങനെ അടുപ്പത്തിലേക്ക് നമുക്ക് വളർന്നു വരാനായിട്ട് സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഞായറാഴ്ച ആചരണം നിൽക്കുന്നത്. അതിന് നിരക്കാത്ത ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകാനായിട്ട് പാടില്ല. അങ്ങനെ വളത്തിലേക്ക് ഞാൻ വന്നിട്ടുണ്ടോ ഇല്ലയോ? വന്നിട്ടില്ല എങ്കിൽ ഞാൻ മൂന്നാം പ്രമാണത്തിന്റെ കരുത്തിലേക്ക് ചതുരത്തിലേക്ക് വരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ദിവ്യാനുസരിച്ച് നമ്മുടെ ഉള്ളങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥനയില്ല ചേർക്കാം. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ, മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ, മിശിഹാ കർത്താവേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുവോസ്തിരൂപനായി ഞങ്ങളുടെ മധ്യ സന്നിഹിതനായിരിക്കുന്ന ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഭവനത്തിലേക്ക്, മുറിയിലേക്ക് അങ്ങയുടെ സാന്നിധ്യം വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങേ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. തൃപാദങ്ങളിലേക്ക് ചേർത്ത് ഞങ്ങളെ പഠിപ്പിക്കുന്ന നിമിഷങ്ങളെ ഓർത്ത് നല്ല ദൈവമേ, അങ്ങേക്ക് സ്തുതി, ആരാധന, മഹത്വം. സ്വർഗീയ പിതാവിൻ്റെ മാറത്തോട്ട് ചാഞ്ഞ് തുവർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ ആയിരിക്കുവാൻ, അപ്പൻ്റെ ആലിംഗനത്തിൽ അമർന്നായിരിക്കുവാൻ, അപ്പൻ്റെ സ്നേഹമൊത്തം കൊണ്ട് പൊതിഞ്ഞായിരിക്കുവാൻ ഇടവന്നു ഈശോയെ. അതിനുവേണ്ടി ആ അപ്പൻ കാത്തു നിൽക്കുകയായിരുന്നു അങ്ങ് തുവർത്തത്തിലുപരി അങ്ങ് വ്യക്തമാക്കുന്നല്ലോ. ഞങ്ങൾ ഓരോരുത്തരും എവിടേക്കാണ് എത്തേണ്ടത് എന്നതിൻ്റെ സൂചനയാണല്ലോ അത്. ഈശോയെ നിരവധിയായ പ്രബോധനങ്ങളിലൂടെ അങ്ങനെ ജീവിത മാതൃകയിലൂടെ കാണിച്ചു തന്നു. സ്വർഗസ്നായ പിതാവിന് ചേർന്ന മക്കളായിട്ട് ഞങ്ങൾ മാറണം. അങ്ങനെ എങ്ങനെ ആയി എന്ന് ഞങ്ങൾ കണ്ടു. കുരിശിൽ കിടക്കുമ്പോൾ പോലും പിതാവിന് ചേർന്ന സ്വഭാവം കാണിച്ചു. പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈശോയെ ആത്മസംയമനവും ക്ഷമയും സമാധാനവും നിറഞ്ഞ വ്യക്തിയായിട്ട് ആ ഒരു അനുഭവത്തിൽ ഞങ്ങൾ ആഴപ്പെട്ട് വരുമ്പോഴാണ് ഞങ്ങൾ ദൈവവുമായുള്ള ബന്ധത്തിലായിരിക്കേണ്ട പോലെ ആവുക. കർത്താവായ ഈശോയെ 10 കൽപ്പനകളായിട്ട് 3 കൽപ്പനകൾ ദൈവവുമായുള്ള ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. 1, 2 കൽപ്പനകളോട് ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ അനുഭവമാക്കി തീർക്കാനായിട്ട് നൽകിയിരിക്കുന്ന കൽപ്പനയാണല്ലോ 3ാമത്തെ കൽപ്പന. ആഴ്ചയിൽ 1 ദിവസം എല്ലാ ജോലികളിൽ നിന്നും വിരമിച്ച് തമ്പുരാന്റെ സന്നിധിയിൽ ഇരുന്ന് അൾത്താരയിൽ ഒരുമിച്ച് കൂടിയും ഇടവ സമൂഹമായിട്ട് അൾത്താരയ്ക്ക് ചുറ്റും ദേവാലയത്തിനകത്തായിരുന്നു. അങ്ങനെ പല തലത്തിലും ഇടവകയിലും കുടുംബത്തിലും എല്ലാം ഈ സ്വർഗീയ അപ്പായ്ക്ക് ചേർന്ന മക്കളാണ് ജീവിക്കുന്നതിന്റെ പരിശീലനം നേടുവാൻ അതിനുവേണ്ടി അങ്ങ് നൽകിയിരിക്കുന്ന മനോഹരമായ ദിവസമാണല്ലോ സാബത്ത് ദിവസം, ഞായറാഴ്ച ദിവസം. നല്ല ദൈവമേ, ആ ഒരു അനുഭവം ആർജിക്കുന്നതിൽ ഒരുപാട് വീഴ്ചയൊക്കെ വന്നു പോയിട്ടുണ്ട്. ഞങ്ങൾ കണ്ടതായ വീഡിയോയിൽ ഒരു പപ്പായ മൂട് തമ്മിലുള്ള ബന്ധത്തിന്റെ മനോഹാരിതയും ഊഷ്മളതയും അടുപ്പവും തുറവയെല്ലാം ഞങ്ങൾ ശ്രദ്ധിച്ചു. സ്വർഗീയ പിതാവിന്റെ പക്കലേക്ക് അങ്ങ് ചേർന്ന് നിന്ന് അങ്ങനെ ആയിരുന്നല്ലോ ഈശോയെ. അങ്ങനെ ഏറ്റവും ആഴപ്പെട്ട അനുഭവം അബ്ബാന്ന് ദൈവത്തെ വിളിക്കാനുള്ള അനുഭവമായിരുന്നു. അത് അങ്ങേക്ക് വേണ്ടി മാത്രമുള്ള അനുഭവം അല്ലെന്ന് ഞങ്ങൾ വചനത്തിൽ വായിക്കുന്നു. ആ ദൈവത്തെ അബ്ബാന്ന് വിളിക്കാൻ ഞങ്ങൾ നിരന്തരം പ്രോത്സാഹിപ്പിക്കുകയാണ്, പ്രേരിപ്പിക്കുകയാണ്, സഹായിക്കുകയാണ്, പഠിപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവ്. ആ പഠനത്തിന്റെ പരിശീലനം ഏറ്റവും ശക്തമായിട്ടും
ഫലപ്രദമായിട്ട് നടക്കാനുള്ള ദിവസമാണല്ലോ സാബത്ത് ദിവസം. അതുകൊണ്ട് പൂർണ്ണമായ വിശ്രമമെടുത്തും വിശുദ്ധമായ കാര്യങ്ങൾ തീക്ഷ്ണതയോടെ വ്യാപരിച്ചും അങ്ങനെ അർത്ഥാരികൾ അണഞ്ഞും ഒപ്പം അങ്ങ് നൽകിയ സഹോദരൻ എല്ലാവരും ചേർത്ത് പിടിച്ച് അവരോട് ഉള്ളിൽ ചേർത്തും കർത്താവ് ഈ പരിശീലനം ഞങ്ങൾക്ക് നേടുവാൻ, ഈ സ്വർഗീയ മക്കളായി വളരുന്ന അനുഭവത്തിൽ ആഴപ്പെടുവാൻ ഓരോ ഞായറാഴ്ച ഞങ്ങൾക്ക് ഇടവരണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ തന്നെ പ്രതിഷ്ഠിക്കുന്നു. അതിന് പ്രഘോഷകനായ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോനീസെ, ഞങ്ങളുടെ ഉള്ളങ്ങളെ ഈശ്വരയിലേക്ക് ചേർത്ത് നയിക്കണം. ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കർത്താവായ ദൈവമേ, പരിശുദ്ധ കത്തോലിക്കാ സഭയിലെ എളിയ ദാസനെ കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിന്റെ അഭിഷേക അധികാരം അനുസരിച്ചും പാലാ രൂപതയുടെ വാഗുവൺ മണ്ഡലം ധ്യാന കേന്ദ്രത്തിലെ നിയമനാധികാരം അനുസരിച്ചും അങ്ങയുടെ ദീപികാരന്റെ സാന്നിധ്യം കരങ്ങൾ സംഭവിച്ചോണ്ട് ഈശോയെ, അങ്ങയുടെ മക്കളുടെ മുമ്പിൽ അങ്ങയുടെ ആശീർവാദത്തിന്റെ ദാസം നിൽക്കുന്നു. അങ്ങ് പങ്കുവെച്ച വെളിപ്പെടുത്തിയ വചനങ്ങൾ ശിഷ്യഭാവത്തോടെ തുറവയോടെ സ്വീകരിച്ച് അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാനും രൂപാന്തരപ്പെടുത്താനും ആഗ്രഹിച്ച് കൃപയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന മക്കളുടെ അങ്ങേക്ക് സഹജമായിരിക്കുന്ന പോലെ അങ്ങയുടെ നന്മയ്ക്ക് അനുസരണമായ വിധം സമൃദ്ധമായ കൃപ വർഷിക്കപ്പെടട്ടെ. ഈ ആശീർവാദത്തിന് കർത്താവ് യേശുമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.